ആ ഇപ്പൊ കേക്കാവോ? കേക്കാവോ? സ്ക്രീൻ കാണാനേ പറ്റും. സൗണ്ട് ഇല്ലേ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇപ്പൊ ഓഡിബിൾ ആണോ? ഓക്കെ അല്ലേ? ആ അപ്പൊ നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷന് ശ്രദ്ധിക്കേണ്ട വെച്ചാല് പ്രിപ്പോസിഷൻസ് ഭയങ്കര വാസ്റ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതിൽ നമ്മൾ അക്കാഡമിക് ലെവലിൽ പ്രിപ്പോസിഷൻ പഠിക്കുന്നില്ല. നമുക്ക് കോമ്പറ്റീവ് എക്സാമിന് വരുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ യൂസേജ് എങ്ങനെയാണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതാണ് നമ്മുടെ ഫോക്കസ് കേട്ടോ. അപ്പോൾ പല ടൈപ്പ് പ്രിപ്പോസിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പരമാവധി പ്രിപ്പോസിഷൻസ് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് നാളെ ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ചെയ്യാം. ഇല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നാളെ കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഫിക്സഡ് പ്രിപ്പോസിഷൻ നെക്സ്റ്റ് ഡേയിലോട്ട് ആക്കാം. അങ്ങനെ സംഭവം അങ്ങനെയാട്ടോ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങാലോ. അപ്പൊ നമ്മൾ ഇന്ന് പ്രിപ്പോസിഷൻസ് നോക്കാം. പ്രിപ്പോസിഷൻസ് പറഞ്ഞാൽ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഈ പറയുന്ന പൊസിഷനോ അല്ലെങ്കിൽ പ്ലേസോ അല്ലെങ്കിൽ നമ്മുടെ ടൈമോ മാനറോ ഏജന്റോ അല്ലെങ്കിൽ ട്രാവലോ, അതിന് മോഡ് ഓഫ് ട്രാവലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻ. അതിന്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ലിറ്ററലി പ്രിപ്പോസിഷൻസ് എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ ട്രാവലോ മോഡോ മീൻസോ ഏജന്റോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൗൺ ആൻഡ് പ്രൊനൗൺ അതിനുവേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ പ്രിപ്പോസിഷൻസിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. പ്രിപ്പോസിഷൻസ് ആർ ഓൾവേസ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ. ഒരു നൗണിന്റെയോ അല്ലെ പ്രൊനൗണിന്റെയോ മുൻപിലായിരിക്കും എപ്പോഴും നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുക, പ്രിപ്പോസിഷൻസിനെ പ്ലേസ് ചെയ്യുക കേട്ടോ. എപ്പോഴും പ്രിപ്പോസിഷൻസിനെ പ്ലേസ് ചെയ്യുക ഒരു നൗണിന്റെയോ അല്ലെ പ്രൊനൗണിന്റെയോ മുമ്പിലായിരിക്കും. അപ്പൊ നൗണിന്റെ പ്രൊനൗണിന്റെ മുൻപിൽ ഇടാം എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നൗണിന്റെ പ്രൊനൗണിന്റെ മുമ്പിൽ ഇട്ടാൽ ഉറപ്പായിട്ട് എന്ത് ഇടാം, ജെറണ്ടിന്റെ മുൻപിൽ നമുക്ക് ഇടാം കേട്ടോ. നൗണിന്റെ പ്രൊനൗണിന്റെ മുൻപിലാണ് ഇടുന്നെങ്കിൽ ജെറണ്ടിന്റെ മുൻപിൽ നമ്മൾ ഇടും. അതുകൊണ്ട് നമ്മൾ ഈ ലുക്ക് ഫോർവേഡ് ടു ഇട്ട് കൊടുക്കണേ. ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്ന് കൊടുക്കുക. കാര്യം ജെറണ്ടും വെർബൽ നൗൺ ആണേ. അപ്പോൾ ഒരു പ്രൊപ്പോസിഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ജെറണ്ടിന്റെ മുൻപിൽ നമുക്ക് പ്രൊപ്പോസിഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തു. അപ്പോൾ പ്രൊപ്പോസിഷൻസ് എപ്പോഴും നൗണിന്റെയോ അല്ലെ പ്രൊനൗണിന്റെയോ മുൻപിലായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജെറണ്ടിന്റെയും കൂടെ മുൻപിലായിട്ട് കൊടുക്കുക എന്ന് ഓർക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും എന്ത് കേസാ വരേണ്ടതെന്നറിയോ, ഒബ്ജക്റ്റീവ് കേസാ വരേണ്ടത്. അത് നൗൺ ആകുമ്പോൾ ഓക്കെയാണ്, പ്രൊനൗൺ ആകുമ്പോൾ ഒബ്ജക്റ്റീവ് കേസ്, സബ്ജക്റ്റീവ് കേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒബ്ജക്റ്റീവ് കേസ് തന്നെ ഉപയോഗിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. കാര്യം നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ നമ്മൾ വെർബ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി എന്ന വെർബ് ഫോർമുലേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ വെർബ്, സ്റ്റേറ്റ് വെർബ് ആയിക്കോട്ടെ ആക്ഷൻ വെർബ് ആയിക്കോട്ടെ, ഏത് വെർബ് കൊടുത്താലും വെർബിന് ശേഷം വരുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് വരുള്ളൂ, സബ്ജക്റ്റ് വരില്ല ഒരിക്കലും. ബിക്ക് ശേഷം വരും, ഈസിനോ ആമിനോ ആറിനോ ഒക്കെ ശേഷം നമ്മൾ ബിക്ക് ഇത് പറയുന്ന സബ്ജക്റ്റ് കേസ് വരാം. അല്ലാത്ത ഏത് വെർബും ആയിക്കോട്ടെ, അത് സ്റ്റേറ്റ് വെർബ് ആയിക്കോട്ടെ ആക്ഷൻ വെർബ് ആയിക്കോട്ടെ, അവയ്ക്ക് ശേഷം ഒബ്ജക്റ്റ് വരണ്ട, ഒബ്ജക്റ്റീവ് കേസ് വരണ്ട. അത് ബാധകമാവുന്നത് മെയിൻലി പ്രൊനൗണിനാണ് കേട്ടോ. നൗണിനും ജെറണ്ടിനും ഒരു ഫോമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവയ്ക്കത് ബാധകമല്ല, പ്രൊനൗണിനാണ് ബാധകം. വേറെ ഒബ്ജക്റ്റീവ് കേസാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രൊനൗൺ ആണ് ഒബ്ജക്റ്റീവ് കേസ് നമ്മൾ ബാധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. സബ്ജക്റ്റ് കേസും ഒബ്ജക്റ്റീവ് കേസും പേഴ്സൺ പ്രൊനൗണും ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിച്ചോളാം. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. പ്രിപ്പോസിഷൻ എപ്പോഴും കൊടുക്കുമ്പോൾ തൊട്ട് എന്തിനു മുൻപിലായിരിക്കും, നൗണിന്റെ പ്രൊനൗണിന്റെ മുൻപിലായിരിക്കുമെന്നും, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് കേസാണ് പ്രിപ്പോസിഷന് ശേഷം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? ആ കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എൻ്റെ അടുക്ക് എന്താ ഡൗട്ട്? ഷീ മൈറ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദോസ് ഇഫ് ഷീ ഡാഷ് ബിസിയോ. ഷീ മൈറ്റ് ടേക്ക് അല്ലേ, അപ്പൊ ഉറപ്പായിട്ട് വേർ ആണ് അല്ലേ? അതേതാ? കണ്ടീഷണൽ ക്ലോസ് അല്ലേ? അവള് ബിസി അല്ലേ? അവള് ബിസി അല്ലെങ്കിൽ എന്നല്ലേ പറയണേ? അവള് ബിസി അല്ലെങ്കിൽ എന്നല്ലേ? ഇഫ് ഷീ വെറിൻ ബിസിയാ, വേർ ബിസി അല്ല വേറിൻ ബിസി. അവള് ബിസി അല്ലെങ്കിൽ അവൾ ഒരു പക്ഷെ അത് എടുത്ത് അതൊന്ന് നോക്കുമായിരിക്കാം. അവൾ ചിലപ്പോൾ നോക്കിയായിരിക്കും അവൾ ബിസി അല്ലെങ്കിൽ എന്നല്ലേ പറയാ. അപ്പോൾ ഷീ മൈറ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദോസ് ഇഫ് ഷീ വർ ബിസി. കണ്ടീഷൻ ക്ലോസ് തേർഡ് കണ്ടീഷൻ കേട്ടോ. അതാണേ. അപ്പൊ പ്രൊസിഷൻസിലോട്ട് ഒരു അനുഭവം അതിൽ ഡൗട്ട് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. മൈറ്റും അതുപോലെ തന്നെ കുഡും അതുപോലെ തന്നെ വുഡും വരുന്നത് പ്ലസ് V1 വരുന്ന എപ്പോഴും സോറി തേർഡ് കണ്ടീഷനിലെ സെക്കൻഡ് കണ്ടീഷനിൽ, തേർഡ് കണ്ടീഷൻ അറിയാതെ പറഞ്ഞത്, തേർഡ് കണ്ടീഷനിലെ സെക്കൻഡ് കണ്ടീഷനിൽ കേട്ടോ. V2 അല്ലെങ്കിൽ വിയുടെ സെക്കൻഡ് ഫോം വേർ നമ്മൾ പറഞ്ഞിരുന്നു ആ സാധനം. അപ്പൊ വോസ് വരില്ല, വേർ വരും. ഇനി ഹീസ് ഇൻ ദ കിച്ചൺ നോക്കുക. ഇവിടെ കൊടുത്തേക്കുന്ന നൗണിന്റെ മുൻപിലല്ല കൊടുത്തേക്കുന്നത്, നൗൺ കിച്ചന്റെ മുൻപിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഒബ്ജക്റ്റ് പ്രൊപ്പോസിഷൻ എന്തിന്റെ പൊസിഷനാണ് കൊടുത്തേക്കുന്നത്? കിച്ചൺ. അവൻ എവിടെയാ? കിച്ചണില്. അതാ പ്രൊപ്പോസിഷൻ എപ്പോഴും കൊടുക്കുന്നത്. ഞാൻ പറയാം, ഒന്നെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ പ്ലേസ് അല്ലെങ്കിൽ മാനർ, എന്തിന്റെയാ? നൗണിന്റെയോ പ്രൊനൗണിന്റെയോ ജെറണ്ടിന്റെയോ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നൗണിന്റെയോ പ്രൊനൗണിന്റെയോ അല്ലെങ്കിൽ പറയുന്ന ജെറണ്ടിന്റെയോ മുൻപിലാണ് നമ്മൾ പ്രൊപ്പോസിഷൻ കൊടുക്കുക എന്ന് പറയാം.
ഓക്കെ, നോക്കാം വേറെ എക്സാമ്പിൾ. ഇനി ഒബ്ജക്റ്റീവ് കേസ് വരുന്ന ഒരു എക്സാമ്പിൾ എടുത്തിട്ട് she came with നോക്കണേ വിത്ത് ഐ. ഇങ്ങനെയാണ് വരിക അല്ലെ, എക്സാമിന് വരുമ്പോ ഇങ്ങനെ വരിക ഐ with mine with me ഏതാ ആൻസർ വരിക? ലോജിക്കൽ ആൻസർ പറയൂ. She came with dash, with I, with mine, with me, with myself. ഷീ സിംഗുലർ ആണ് അനുപമ, പക്ഷെ നമ്മൾ പഠിച്ചു സിംഗുലർ ഡസന്റ് മാറ്റർ. when it comes to സെക്കൻഡ് കണ്ടീഷൻ സിംഗുലർ ആണെന്ന് നോക്കണ്ട. ഐയുടെ കൂടെയും സെക്കൻഡ് കണ്ടീഷനിൽ ഇമാജിനറി കേസാ, അവിടെ നമ്മൾ സിംഗുലർ നോക്കില്ല, വേറെ വരുള്ളൂ എന്ന് ഞാൻ നേരെ പറഞ്ഞ. ടെൻസിന്റെ ചാപ്റ്റർ എടുത്ത് നോക്കൂ, ടെൻസ് ഇൻ കണ്ടീഷണൽസ് നോക്കാം. ടെൻസ് ഇൻ കണ്ടീഷണൽ കണ്ടീഷണൽ സെന്റൻസസ് ഞാനത് പഠിപ്പിച്ചല്ല, കണ്ടീഷണൽസ് അവിടെ പോയി നോക്കൂ. ആ ചാപ്റ്ററിൽ ഒന്ന് നോക്കണേ, അപ്പൊ ക്ലിയർ ആവും. അശ്വിനി ലാസ്റ്റ് ഓഡിബിൾ അല്ലേ? ആൻസർ കിട്ടിയോ? എക്സ്പ്ലനേഷൻ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻസർ കിട്ടിയില്ലേ? നോട്ട് കിട്ടിയില്ല, ആൻസർ കിട്ടി, നോട്ട് കിട്ടിയില്ലേ? അത് നോക്ക് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ ടൈമിൽ അത് ഡിസ്കസ് ചെയ്യാം, കാരണം സമയം പോകണ്ടല്ലോ, അതുകൊണ്ടാണ്. റിവിഷൻ ടൈമിൽ ഞാനത് ഡിസ്കസ് ചെയ്ത് തരാം. ഞാൻ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റിവിഷൻ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്ന എന്നാ നോക്കിയേ, ഇവിടെ എന്നാന്നറിയോ? ഷീ കെയിം വിത്ത് ഐ വരില്ല, സബ്ജക്റ്റീവ് പ്രോനൗണോ. പിന്നെ നമുക്കുള്ള ഏതാ? പൊസസീവ് പ്രോനൗണോ. പൊസസീവ് പ്രോനൗൺ വരാം, പക്ഷെ പൊസസീവ് പ്രോനൗണിന്റെ പ്രത്യേകത എന്നാ? ഇവിടെ വരില്ല, ഇവിടെ പൊസഷനെ പറ്റി ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അത് പറ്റില്ല. മൈസെൽഫ് വരുമോ? മൈസെൽഫ് സബ്ജക്ട് തന്നെ ഒബ്ജക്റ്റ് ആവുന്ന കേസിലാണ് മൈസെൽഫ് വരിക. സബ്ജക്ട് തന്നെയാണ് ഒബ്ജക്റ്റ് അല്ല, അവള് എന്റെ കൂടെ വന്നേന്നാ പറയുന്നത്. അതായത് എന്റെ കൂടെ ഷീ കെയിം വിത്ത് മീ അല്ലെ, എന്റെ കൂടെ എന്നുള്ളതാണ്, അതാണ് കൂടെ വിത്ത്, അപ്പൊ മീ. ഓക്കെ, എന്നോട് കൂടെ എന്നൊക്കെ പറയില്ല ആ സാധനം. മലയാളത്തിൽ പറയുമ്പോൾ എന്നോട് കൂടെ വന്നവൾ എന്ന് പറയില്ല ആ സാധനം. അപ്പൊ മീ ആണ് അവിടെ വേണ്ട ഒബ്ജക്റ്റീവ് കേസ്. ദാറ്റ്സ് ഓൾ, സിമ്പിൾ ആസ് ദാറ്റ്. അതാണ് സിമ്പിൾ ആയിട്ട് ബേസിക് ആയ കാര്യം പറഞ്ഞാൽ ഒബ്ജക്റ്റ് വരണം. പിന്നെ മാത്രമല്ല, ഒരു നൗണിന്റെയോ പ്രൊനൗണിന്റെയോ അല്ലെങ്കിൽ ജെറണ്ടിന്റെ മുൻപിലാണ് നമ്മൾ എന്ത് കൊടുക്കാം? ഈ പറയുന്ന ഇത് കൊടുക്കുക. നോക്കുക എക്സാമ്പിൾ വേറെ ഒന്നും കൂടെ കാണിച്ചു തരാം. ജെറണ്ടിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. That depends on teaching vocabulary. പ്രൊനൗൺ ഏതാ നോക്കിയേ? ഓൺ ആണേ. ഡിപ്പെൻഡ് എന്ന വെർബിന്റെ കൂടെ കൊടുക്കുന്ന പ്രൊനൗൺ ആണ്. ഓൺ എന്ന പ്രൊപ്പോസിഷൻ കൊടുത്തതിന്റെ മുമ്പിലാ, ടീച്ചിങ് എന്ന ജെറണ്ടിന്റെ മുൻപിൽ. അപ്പൊ ടീച്ചിങ് എന്ന ജെറണ്ടിന്റെ മുൻപിൽ ഒരെണ്ണം കൊടുക്കുന്നു, നൗണിന്റെ മുമ്പ് ഒരെണ്ണം കാണുന്നു, പിന്നെ അതുണ്ടോ പ്രൊപ്പോസിഷന് മുമ്പിൽ കണ്ടു. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്, മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ. ഇങ്ങനെയാണ് പ്രൊപ്പോസിഷന്റെ ഒരു കളി. തുടക്കം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഓരോ പ്രൊപ്പോസിഷൻ ആയിട്ട് പോട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രൊപ്പോസിഷൻസ് ആക്ച്വലി റിലേഷൻഷിപ്സ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം മെയിൻലി. എന്തിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് പറയും? പ്ലേസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, പൊസിഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ട്രാവൽ, ടൈം, മോഡ് ഓഫ് ട്രാവൽ ആയിട്ടോട്ടെ റിലേഷൻഷിപ്പ് ആകാം, ടൈം, മാനർ അല്ലെ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓർ ഏജന്റ്, ഇതെല്ലാം എന്താണ്? പ്രൊപ്പോസിഷൻസ് കാണിക്കുന്ന സംഗതികളാണ്. അങ്ങനെ പ്രൊപ്പോസിഷൻ ഒരു വൈഡ് ആയിട്ടുള്ള സംഗതിയാണ്. സോ നോക്കിയേ, നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ദ ബുക്ക് ഇസ് ഓൺ ദ ഡെസ്ക്. ബുക്ക് എവിടെയാ? ബുക്കിന്റെ പൊസിഷൻ എവിടെയാന്ന് പറയാം. പ്ലേസ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയാം. എസ്പെഷ്യലി പൊസിഷൻ തന്നെ പറയണം അല്ലെ. കാരണം ഡെസ്കിലാ വെച്ചേക്കെന്ന് പറയുമ്പോൾ അതൊരു പ്ലേസ് അല്ല, സ്ഥലമല്ല നമ്മൾ പറയുന്നത്, ബുക്കിന്റെ പൊസിഷൻ ആണ് നമ്മൾ പറയണത്. അപ്പൊ മെയിൻലി ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യതയോടെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് പൊസിഷൻ. എവിടെ വെച്ചേക്കുന്നത്? ഓൺ ദ ഡെസ്ക്. പൊസിഷൻ ആ, സർഫസ് ആ അല്ലെ. ആ ഒരു സർഫസ് പൊസിഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. സോ ഇവിടെ നമ്മൾ കൊടുത്തേക്കുവാണ് ഓൺ ദ ഡെസ്ക്. നോക്കാം, ഡെസ്കിന്റെ അല്ലെ, ആ ഡെസ്കും ഇതുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ്, അതിന്റെ പൊസിഷന്റെ റിലേഷൻഷിപ്പ്, ഡെസ്കിന്റെ റിലേഷൻ, ബുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓൺ ബേസ്ഡ് ഓൺ പൊസിഷൻ. അങ്ങനെ അടുത്ത, ദ ബോയ് റാൻ ടുവേർഡ്സ് എ ഹൗസ്.
ഡയറക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടുവേർഡ്സോ ടുവേർഡ്, ടൂം പറയാം, ടു ഒരു സ്ഥലത്തോട്ട് അതിന്റെ ഡയറക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ അവിടെ ടുവേർഡ്സ് പറയും, അത്രേ ഉള്ളൂ. ഏകദേശം സിമിലർ ആണ്. പക്ഷെ ടു എന്ന് പറഞ്ഞാൽ അവിടേക്ക് എന്ന് പറയും, സ്ഥലം പറയും, പ്ലേസ് ആണ്. ടുവേർഡ്സ് ആകുമ്പോൾ ഡയറക്ഷൻ ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഡയറക്ഷനും പ്ലേസും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, ലൈക്ക് പൊസിഷൻ, പ്ലേസ്. അതുപോലെ തന്നെ ടുവേർഡ്സ് ഒരു പ്രൊപ്പോസിഷൻ ആണ്. എന്തിന്റെ കൂടെ എടുത്തേക്കുന്നത്, എന്തിന്റെ റിലേഷൻഷിപ്പ് പറയണേ, ഡയറക്ഷന്റെ ബിറ്റ്വീൻ എന്ത് ഹൗസ് ആൻഡ് ദ ബോയ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാം. ആൻഡ് ദ മാൻ അറൈവ്ഡ് അറ്റ് 10 o'clock. ടൈം പറയണേ അല്ലേ, എത്ര മണിക്ക് എത്തി പുള്ളി, എത്ര മണിക്ക് എത്തി പുള്ളി, 10 മണിക്ക് എത്തി, 10 o'clock അല്ലെ. 10 o'clock 10 is time അല്ലെ, ന്യൂമറൽ നൗൺ ആണ് 10, ടൈം. ഓക്കെ, നൗൺ എന്റെ മുമ്പിൽ കൊടുത്തു. ഹി ട്രാവൽസ് ബൈ ട്രെയിൻ. അവൻ എങ്ങനെയാ ട്രാവൽ ചെയ്യണേ, മോഡ് ഓഫ് ട്രാവൽ ഓർ മാനർ, മോഡ് അല്ലെ മാനർ ഓഫ് ട്രാവൽ എങ്ങനെയാ, ബൈ ട്രെയിൻ. അപ്പൊ ബൈ ഇവിടെ പ്രപ്പോസിഷൻ കൊടുത്തു, നൗൺ കൊടുത്തു. ഓക്കെ, ദ ബുക്ക് വാസ് റിട്ടൺ ബൈ ഹിം. ഈ ബുക്ക് അവനാൽ എഴുതപ്പെട്ടതാ, അവനാൽ എഴുതപ്പെട്ടു. ഏജന്റ് അല്ലെ, ആരാൽ എഴുതപ്പെട്ടു, അവനാൽ എഴുതപ്പെട്ടു. പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തും പറയാൻ വേണ്ടി ഉപയോഗിക്കട്ടെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് എന്തൊക്കെ റിലേഷൻഷിപ്പ് നമുക്ക് പറയാം, നമുക്ക് അവിടെ എന്താ പറയാ, മോഡ് പറയാം, ഏജന്റ് പറയാം, അങ്ങനെയല്ല. പ്രപ്പോസിഷനിൽ പൊസിഷൻ പറയാം, അങ്ങനെ ഒരുപാട് യൂസേജസ് പ്രപ്പോസിഷൻ കൊണ്ട് തന്നെ ഉണ്ട് കേട്ടോ. പ്ലേസ് പറയാനുണ്ട്, അതല്ലാതെ പൊസിഷൻ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മോഡ്, ഞാൻ പറഞ്ഞ പോലെ മോഡ്, മാനർ ഓഫ് ട്രാവൽ. മാനർ ഓഫ് ട്രാവലിനാണ് നമ്മൾ മോഡ് എന്നുള്ള ഇതിൽ പറയാം. ഇത് ഇറ്റ്സ് മാനർ അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയില്ലേ, ആ സംഗതി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് കേട്ടോ, നോർമൽ കേസിൽ. അപ്പോൾ ഓർത്താൽ മതി, നമ്മൾ എപ്പോഴും പ്രിപ്പോസിഷൻസ് കൊടുക്കുമ്പോൾ, പ്രിപ്പോസിഷൻസ് പല ടൈപ്പ് ഉണ്ട്, പല ടൈപ്പിൽ ഈ പറഞ്ഞ ഒരു ട്രാവലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മോഡ് എന്ന് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ പൊസിഷൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ടൈം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏജന്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ പ്രൊപ്പോസിഷൻസ് ഉണ്ട്. പിന്നെ ചില പ്രൊപ്പോസിഷൻസ് ചിലയിടത്തുണ്ട് പ്രൊപ്പോസിഷൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് സംഗതികളുണ്ട്. എവിടെയൊക്കെ പ്രൊപ്പോസിഷൻസ് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ ഈ വരുന്ന വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, ഈ ഒരു ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. നയന, ഓഗസ്റ്റ് ലാസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബറോ എന്നൊക്കെ കേട്ടു, ബട്ട് വി ഡോണ്ട് നോ ആക്ച്വലി. ഇപ്പോൾ അത് കണക്കാക്കി തന്നെ പഠിക്കാം കേട്ടോ, അത് കണക്കാക്കി തന്നെ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓഗസ്റ്റ് ലാസ്റ്റ് അല്ല, സെപ്റ്റംബർ ആവാനാ ചാൻസ്. ഈ ഒരു ഇതിൽ പറഞ്ഞ സെപ്റ്റംബർ ആവാനാണ് ചാൻസ്, സെപ്റ്റംബർ ലാസ്റ്റിലോട്ട്. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്തായാലും 1 month അല്ലെങ്കിൽ 21 days മുമ്പ് വരും, അങ്ങനെയാ. അപ്പൊ അതെന്തായാലും ഓഗസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ വരേണ്ടതാണ് അല്ലേ. ഓക്കെ, അപ്പൊ നോക്കാം പ്രിപ്പോസിഷൻസിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടു ആൻഡ് ടുവേർഡ്സ്. ടു ആൻഡ് ടുവേർഡ്സ് ഡിഫറൻസസ്. ടു ടു ദ ഡെസ്റ്റിനേഷൻ ആ പറയുന്നത്. നിങ്ങൾ ഇവിടേക്ക് പോകും, ഞാൻ ഇവിടേക്ക് പോവാ, പ്ലേസ്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു, ദാറ്റ്സ് മൈ ഡെസ്റ്റിനേഷൻ. അതേ സമയത്ത് ടുവേർഡ്സ് ഇപ്പം ഡയറക്ഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ദിശ, ഒരിടത്ത് ദിശയാണെങ്കിൽ ഒരിടത്ത് നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോണേ അതാണ് പറയുന്നത്. സോ നോക്കിയേ, അമൽ ഇസ് ഗോയിങ് ടു ദ എയർപോർട്ട്, കറക്റ്റാ. അവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ പറയുന്നേ ഉള്ളൂ. ടുവേർഡ്സ് അത് നമുക്ക് പ്രിപ്പോസിഷൻ ചോദിക്കുമ്പോഴേ ടൂവും ടുവേർഡ്സ് രണ്ടായിട്ട് നമ്മൾ കണക്കാക്കാറില്ല എക്സാമിന് ചോദിക്കുമ്പോൾ കേട്ടോ. വ്യത്യാസം ചെറിയ വ്യത്യാസമുള്ളൂ, ചെറിയ വ്യത്യാസം ഉണ്ട്. നേരിയ വ്യത്യാസം മീൻസ് ഡെസ്റ്റിനേഷൻ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ടു ഉപയോഗിക്കുമ്പോൾ ഡയറക്ഷൻ പറയാൻ വേണ്ടി ടുവേർഡ്സ് ഉപയോഗിക്കുന്നു, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതല്ലാതെ പ്രിപ്പോസിഷന്റെ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, കാര്യം ടൂവും ടുവേർഡ്സും മോറലെസ് സെയിം. അതുകൊണ്ട് അത് നമ്മുടെ പ്രിപ്പോസിഷന്റെ ചോദ്യം ഇപ്പൊ ബ്ലാങ്ക് ചോദിച്ചിട്ട് പിന്നെ ബ്ലാങ്ക് ചോദിച്ചിട്ട് രണ്ട് ഓപ്ഷനോട് ഇട്ട് കൊടുക്കില്ല. ബിക്കോസ് ദാറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ഭയങ്കര ടഫാ പറയാൻ വേണ്ടി. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഇതേ ചോദ്യത്തിൽ കണ്ടോ, രണ്ടും പോകാം, രണ്ടും ആക്ച്വലി പോസിബിൾ ആണ്. അമൽ ഇസ് ഗോയിങ് ടു ദി എയർപോർട്ടും കറക്റ്റ്, അമൽ ഇസ് ഗോയിങ് ടു ദി ടുവേർഡ്സ് എയർപോർട്ടും കറക്റ്റ് ആണ്. രണ്ടും ഒന്ന് ദിശയിലോട്ട് പോകുന്നു എന്നും ഒന്ന് എയർപോർട്ടിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. രണ്ടും കറക്റ്റ് സാധനം തന്നെയാണ്. അപ്പോൾ ടു ടുവേർഡ്സ് തമ്മിൽ ഡിഫറൻസ് എന്താ ചോദിച്ചാൽ, ടു ഇസ് ഫോർ ഡെസ്റ്റിനേഷൻ, ടുവേർഡ്സ് ഇസ് ഫോർ ഡയറക്ഷൻ. അത്രയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഓർക്കണേ, ബേസിക്കലി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇസ് ഇത്രയും. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്, പല യൂസേജസിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്ഥലമാകാം അല്ലെ, എന്താ അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഇത് ഇപ്പൊ എയർപോർട്ട് എന്ന് പറയുന്നതല്ല, അതെ എയർപോർട്ട് എന്ന് പറയുന്നതല്ല, നമുക്ക് പറയാം, നോക്കാം. അമൽ ഇസ് ഗോയിങ് ടു ദി ടൗണിലോട്ട് പോകണം അമൽ. ഇല്ലെങ്കിൽ ദാ മാറ്റിയിട്ട് ദായും കൂടി ഇല്ല, നമുക്ക് എന്നിട്ട് കൊടുക്കാം ടു കൊച്ചിൻ. അമൽ കൊച്ചിനിലോട്ട് പോവാണ് കേട്ടോ, അത് പറയാം. അതൊക്കെ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ദാറ്റ് പ്ലേസിന് ഇട്ട് കൊടുക്കില്ല, അതുകൊണ്ട്. പിന്നെ ടുവേർഡ്സ് ഉണ്ട്. ടുവേർഡ്സിന്റെ അടുത്ത് നമുക്കുണ്ടല്ലോ, ഇത് മാത്രമല്ല, ടുവേർഡ്സിന്റെ അടുത്ത് നമുക്ക് എന്ത് പറയാം, ഒരു വ്യക്തിയുടെ എടുത്തോട്ട് പോകാന്ന് പറയാം അല്ലെ. അമൽ ഇസ് ഗോയിങ് ടുവേർഡ്സ് ദി മാനേജർ. ഒരു ആളുടെ വ്യക്തിയുടെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം മാനേജർ. അല്ലെങ്കിലോ ടുവേർഡ്സ് ശീതൾ.
ടുവേർഡ് ശീതൾ, അവളുടെ ദിശയിലോട്ട്, അവളുടെ അടുത്തോട്ട് പോകുന്നു, അവളുടെ ഡയറക്ഷനിലോട്ട് പോകുന്നു, അങ്ങനെ കേട്ടോ. നമുക്ക് ഏതും പറയാം, ഒരു വ്യക്തിയുടെ പേര് പറയാം, ഓർ ടൈറ്റിൽ വെച്ച് പറയാം, എങ്ങനെയും പറയാം. അപ്പൊ വേർഡ്സ് ആൻഡ് ടു തമ്മിൽ ചെറിയ നേരിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളൂ കേട്ടോ, ആ ഒരു കാര്യം. പിന്നെ അടുത്തത് ബിറ്റ്വീൻ ആൻഡ് അമങ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു തിങ് ആണ് ബിറ്റ്വീൻ ആൻഡ് അമങ്. അത് രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയുമോ? ബിറ്റ്വീൻ എപ്പോഴും രണ്ട് കാര്യങ്ങൾ പറയാനോ, രണ്ട് അവസ്ഥകളോ, രണ്ട് തിങ്സോ, രണ്ട് നൗൺസ് അല്ലെ, എസ്പെഷ്യലി നൗൺസ് എന്ന് എടുത്ത് പറയാം. പ്രൊനൗൺ നിങ്ങൾക്ക് അറിയാം, ഞാൻ നൗൺ എന്ന് എടുത്ത് പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. രണ്ടെണ്ണത്തിനെ പറ്റി, രണ്ടെണ്ണം വ്യക്തികളാകാം, വസ്തുക്കളാകാം, സ്ഥലങ്ങളാകാം, എന്തും ആയിക്കോട്ടെ, അത് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ബിറ്റ്വീൻ ഉപയോഗിക്കുക. നോർമൽ കേസിൽ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അമങ് ഉപയോഗിക്കുന്നത് രണ്ടിൽ കൂടുതൽ വരുമ്പോഴാണ് ഉപയോഗിക്കാറ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ബിറ്റ്വീൻ നമുക്ക് രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനും ഉപയോഗിക്കാം, കൂടുതൽ രണ്ടിൽ കാര്യം കൂടുതലും കൂടി ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പറയുമ്പോൾ എന്നെ വ്യത്യാസം അറിയാം, അതെന്തായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട്, സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് അതും പറയാം, അതും കുഴപ്പമില്ല. അതായത് രണ്ടിൽ കൂടുതൽ കാര്യങ്ങളെ പറയാനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. യു ക്യാൻ ഓൾസോ സ്പീക്ക് അബൌട്ട് ടു ഓർ ഇത് പറയാം. ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടോ നമ്മൾ എടുത്തു പറയണമെന്ന് മാത്രം. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൃത്യത പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എടുത്തു പറയണം, സോറി, സ്പെസിഫിക് ആയിട്ട് പറയാണ്. ടു ഓർ മോർ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം, ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ ബിറ്റ്വീനും അമങ്ങിന്റെ പ്രത്യേകത, രണ്ടിനും ഒരു കോമൺ ആയിട്ടൊരു കാര്യം ഈസ് രണ്ടും കൗണ്ടബിൾ നൗണുകളുടെ കൂടെ കൊടുക്കുള്ളൂ. എണ്ണാൻ പറ്റുന്ന നൗണുകളുടെ കൂടെ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുകയുള്ളൂ, ബിറ്റ്വീനും അമങ്ങും കൊടുക്കുകയുള്ളൂ. എണ്ണാൻ പറ്റാത്തവയുടെ കൂടെ നമുക്ക് ബിറ്റ്വീനും അമങ്ങും കൊടുക്കാൻ പറ്റില്ല. അതൊരു പോയിന്റ് ആണ്. ഒന്ന് എണ്ണാൻ പറ്റുന്നവയുടെ കൂടെ, കൗണ്ടബിൾസിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുകയുള്ളൂ, ബിറ്റ്വീൻ കൊടുക്കുകയുള്ളൂ, അത് ആൻഡ് അമങ് കൊടുക്കുകയുള്ളൂ. അതുപോലെ ബിറ്റ്വീൻ ആൻഡ് അമങ്ങിന് ഒരു പ്രത്യേകത, രണ്ട് കാര്യം പറയാനാണ് ശരിക്കും നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. രണ്ട് കാര്യങ്ങൾ രണ്ട് വ്യക്തികൾ, അത് അതല്ലാതെ രണ്ടിൽ കൂടുതൽ പറയാൻ ഉപയോഗിക്കാം, പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുമ്പോഴാണെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ കേസുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഇവിടെ ഉള്ളതെന്ന് ഓർത്ത് വെച്ചോളൂ. കാര്യം എക്സാമിന് വരും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, അങ്ങനെ ഒരു പോയിന്റ് കൂടി ഇതിനുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇതിന് ആൻസർ വന്നേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. വളരെ ബേസിക് എക്സാമ്പിൾ പറയാം. You can put it between the desk and the chair. നമ്മൾ ഒരിക്കലും കൊടുക്കില്ല യു ക്യാൻ പുട്ട് ഇറ്റ് അമങ് ദ ഡെസ്ക് ആൻഡ് ദ ചെയർ എന്ന് പറയില്ല. കാര്യന്നുണ്ടാ, രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഡെസ്കും ചെയറും. അപ്പൊ അവിടെ അമങ് കൊടുക്കാൻ പറ്റില്ല, ബിറ്റ്വീൻ തന്നെ കൊടുക്കണം. മനസ്സിലായോ? അവിടെ നമുക്ക് ബിറ്റ്വീൻ തന്നെ കൊടുക്കാൻ പറ്റും. അവിടെ നിർബന്ധമാണ് ബിറ്റ്വീൻ കൊടുക്കണം എന്നുള്ളത്. കാരണം രണ്ട് കാര്യമില്ല, ഡെസ്കും ചെയറിനെ പറ്റിയല്ലേ പറയുന്നത്. അതുകൊണ്ട് രണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കാൻ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. പിന്നെ അമങ് പറയുന്നതും കൗണ്ടബിൾ കാര്യങ്ങളിലൂടെ തന്നെയാണ്. മോർ ദൻ 2 ആണ് നമ്മൾ ആക്ച്വലി ഒരു കേസ് അമങ് പറയാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഉപയോഗിക്കും, ഐഡിയ ഓഫ് ബീങ് എ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന അമങ് ഇവരുടെ കൂടെ ഈ ഒരു വെഡിങ് പാർട്ടിയുടെ കൂടെ വന്നാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പറയാനും നമ്മൾ അമങ് ഉപയോഗിക്കാം. ഒറ്റ ഗ്രൂപ്പ് കേട്ടോ, ഗ്രൂപ്പ് ഒന്നിൽ കൂടുതലല്ല, ഗ്രൂപ്പ്. പക്ഷെ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അമങ് ഉപയോഗിക്കാം. ഇൻ എ ജനറൽ സെൻസ്, മനസ്സിലായോ? ഇൻ എ ജനറൽ സെൻസ് പറയാം. 3 or more ആണ്. മോർ ദൻ 2 എന്ന് പറയുമ്പോൾ ഉറപ്പോ ലയിച്ചോളൂ, അവിടെ നമ്മൾ എന്തിനെ പറ്റിയാ പറയുന്നത്, 3 or more ആണ്. പിന്നെ ഒരു ജനറൽ കേസിൽ അല്ലെ, ഇത് സ്പെസിഫിക് ആയിട്ടും ഇത് ജനറൽ ആയിട്ടും എന്ന് പറയും. അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യം, ഏത് നമ്മുടെ ബിറ്റ്വീൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അമങ് കൂടുതലായിട്ട് ജനറൽ ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കും, സ്പെസിഫിക് ആയിട്ട് പറയാറില്ല. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. ഇനി അമങ്ങിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ബിറ്റ്വീൻ നമ്മളിപ്പോ 3 ആണെങ്കിൽ, രണ്ടിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിലും നമ്മൾ എടുത്ത് പറയാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. അമങ്ങിൽ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. അമങ് അങ്ങനെ പറഞ്ഞാൽ തെറ്റും. 3 പേരുടെ പേര് എടുത്ത് പറയാൻ വിചാരിച്ചോ, അപ്പോൾ നമ്മൾ അമങ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അതെന്താ വെച്ചാല് നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയാനാണെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിളും കാണിച്ചു തരാം. നെക്സ്റ്റ് പേജിൽ എക്സാമ്പിളിലോട്ട് വരുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ഇതിലോട്ട് വരാം. അതിന് മുമ്പ് ഇതിലെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം. Let's look at that example.
നോക്കാം. She is the smartest among my students. അല്ലേ? നമ്മൾ നോക്കിയേ, എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറി ആണ് അല്ലെ, ഒരു ഗ്രൂപ്പാണ്, ജനറൽ ഗ്രൂപ്പിൽ പറയണം. അതിൽ ഏറ്റവും സ്മാർട്ടസ്റ്റ് ഇവളാണ്. അമംഗ് മൈ സ്റ്റുഡൻസ്, എൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും സ്മാർട്ടസ്റ്റ് ഇവളാണ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് അല്ലേ, ആ ഗ്രൂപ്പിലെ ഒരു ആളാണ് അവള്. ഷീ, അവളാണ് ദ സ്മാർട്ടസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷീ ഈസ് ദ സ്മാർട്ടസ്റ്റ് അമംഗ് മൈ സ്റ്റുഡൻസ്. കേട്ടോ, അവിടെയാണ് നമ്മൾ ഈ ജനറൽ കേസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പൊ അമ്മ എങ്ങനെയാ വന്നെന്നുള്ള കാര്യം നോക്കാം. ഇനി അത് മാത്രമല്ല, ഐ ഓൾസോ ഷോ യു സം മോർ എക്സാമ്പിൾസ്. നോക്കിയേ, ദ ബോയ് ആൻഡ് ദ ഗേൾ ഡിവൈഡഡ് ദ ചോക്ലേറ്റ് ബിറ്റ്വീൻ ദംസെൽസ്. കാര്യം ഇവിടെ നമ്മൾ പറയുമ്പോൾ എടുത്തു പറയുന്ന ആരെ പറ്റിയാ നോക്കിയേ, ബോയ് ആൻഡ് ദ ഗേൾ അല്ലെ, ബോയും ഗേളും. ദ ബോയ് ആൻഡ് ഗേൾ ഡിവൈഡഡ് ദ ചോക്ലേറ്റ്സ് ബിറ്റ്വീൻ ദംസെൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ദ ഗേൾ കൂടെ കൊടുത്തേക്കാം. അതാണ് ഒരു ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അതാണ്. Let me make that clear. The boy and the girl. Okay, the boy and the girl divided the chocolate between themselves. കാരണം രണ്ടുപേരെ പറ്റിയ പറയുന്നത്, ഗേളും ബോയും കേട്ടോ, രണ്ടുപേരും. അടുത്ത് നോക്കിയേ, there is an alliance among the developing countries. ജനറൽ സെൻസില ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു അലയൻസ് ഉണ്ട്, ഒരു അഗ്രിമെന്റ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. അടുത്ത് നോക്കിയേ, the negotiations between India, USA and China are going on. ഇവിടെ അമ്മ പറയില്ല, എന്തുകൊണ്ടാ? സ്പെസിഫിക് ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. ഇത് രണ്ടേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഒന്നിൽ കൂടുതലുണ്ട്. ഒന്ന് ഇന്ത്യ, രണ്ട് USA, മൂന്ന് ചൈന. പക്ഷെ ഇവിടെ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീന്നോ അല്ല ഡെവലപ്ഡ് കൺട്രീന്നോ അങ്ങനെയാണോ കൊടുത്തേക്കണേ? ഇന്ന കൺട്രീസിനും എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കോഡ് നേഷൻസിനും എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആകെപ്പാടെ കൊടുത്തേക്കുന്നത് എന്താ? ഇന്ത്യ എന്നൊരു ഇത് സ്പെസിഫിക് എടുത്തു, രണ്ടാമത്തെ സ്പെസിഫിക് ആയിട്ട് USA പറഞ്ഞു, സ്പെസിഫിക് ആയിട്ട് ചൈന പറഞ്ഞു. സോ ഇവിടെ സ്പെസിഫിക് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്? ബിറ്റ്വീൻ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു കാരണവശാലും നിങ്ങൾക്ക് അമ്മം കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അടുത്ത നോക്കിക്കേ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി അതർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് there is always competition among the developing countries. അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അമ്മം കൊടുക്കാൻ കാര്യം? അവിടെ ജനറലൈസ് ചെയ്തേക്ക്, ഡെവലപ്പിംഗ് കൺട്രീസ് തമ്മിൽ എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. അവിടെ നമുക്ക് ബിറ്റ്വീൻ കൊടുക്കണ്ട, മനസ്സിലായോ? അവിടെ ബിറ്റ്വീൻ കൊടുക്കേണ്ട കാര്യം എന്തുകൊണ്ടാ? അവിടെ നമ്മൾ ബിറ്റ്വീൻ കൊടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അവിടെ ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജനറലൈസ് ആണ്. ജനറലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അമംഗ് ആവും കൊടുക്കുക, ബിറ്റ്വീൻ സ്പെസിഫിക് ആകുമ്പോഴാണ് കൊടുക്കുക. എസ്പെഷ്യലി രണ്ട് കാര്യമാണ്, പക്ഷേ രണ്ടിൽ കൂടുതൽ പറഞ്ഞാലും കുഴപ്പമില്ല, സ്പെസിഫിക് ആവണം മാത്രം കേട്ടോ. ഓക്കെ, ക്ലിയർ? ശ്രദ്ധിച്ചോണത്. അടുത്ത കുറച്ച് എക്സാമ്പിളോട് പറയാം. ഇനി ബിറ്റ്വീൻ തന്നെ ഉപയോഗിക്കേണ്ട കുറച്ച് വേർഡ്സ് പറയാം. ഇങ്ങനെ ഇവര് പറഞ്ഞതിന് ശേഷം, ഈ വേർഡ്സ് പറഞ്ഞതിന് ശേഷം എപ്പോഴും നിങ്ങൾ എന്ത് കൊടുക്കണം? ബിറ്റ്വീനെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ബിറ്റ്വീനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്ന് പറയാം. ചൂസ് ബിറ്റ്വീൻ, ഡിവൈഡ് ബിറ്റ്വീൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, കണക്ഷൻ ബിറ്റ്വീൻ, കോപ്പറേഷൻ ബിറ്റ്വീൻ, ലിങ്ക് ബിറ്റ്വീൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ബോണ്ട് ബിറ്റ്വീൻ എന്നാണ്. ഇവയ്ക്കൊക്കെ ശേഷം ഈ നൗണുകൾക്ക് ശേഷവും വെർബുകൾക്ക് ശേഷം ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കണ്ടോ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർബുകൾക്ക് ശേഷം നൗണുകൾക്ക് ശേഷം ഇവിടെ കൊടുത്തേക്കുന്ന വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിന് ശേഷം എപ്പോഴും ബിറ്റ്വീനേ കൊടുക്കാവുള്ളൂ, നിർബന്ധമുള്ള വേർഡ്സ് ആണ്. ഈ വേർഡ്സിനെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുള്ളൂ. മറക്കണ്ട, ഡിസ്റ്റിംഗ്വിഷ് ഉണ്ട്, ചൂസ് ഉണ്ട്, ഡിവൈഡ് ഉണ്ട്. ഇതൊക്കെ ഏറെക്കുറെ സിമിലർ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. പിന്നെ നൗൺസ് ലൈക്ക് കണക്ഷൻ, കോപ്പറേഷൻ, ലിങ്ക്, റിലേഷൻഷിപ്പ്, ബോണ്ട്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവയുടെ കൂടെ ബിറ്റ്വീനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോക്കിയേ, ഐ ഡിഡ്ന്റ് വോണ്ട് ടു ചൂസ് അമംഗ് ഓർ ബിറ്റ്വീൻ മൈ പേരൻസ്. എന്താ അവിടെ കൊടുക്കേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ പഠിപ്പിക്കുമ്പോഴില്ലേ, ശ്രദ്ധിച്ചു നോക്കണം. അങ്ങനെ ഡൗട്ട് വരുമ്പോൾ നോട്ട് റെഫർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതാവില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യനോട് ഞാൻ ഇട്ടുതരുന്നത്. കാര്യം ക്വസ്റ്റ്യനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതേപോലെയാണ് ആൻസറും നോക്കിക്കൊണ്ട് പോകണം. പഠിച്ച കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വരാറ്, അത് ഒന്ന് അപ്ലൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. പഠിച്ച കാര്യങ്ങൾ പിന്നെ ഓർത്തിരുന്ന് അപ്ലൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, ഐ വോണ്ട് ടു ചൂസ് അമംഗ് ആണോ ബിറ്റ്വീൻ ആണോ? വേർഡ് നോക്കുക, ദാറ്റ്സ് എ വേർഡ് അല്ലെ. ചൂസ് എന്ന വേർഡാണ്. വേർഡ് ചൂസിന്റെ കൂടെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? ബിറ്റ്വീനെ കൊടുക്കാൻ പറ്റുള്ളൂ, അമംഗ് കൊടുക്കാൻ പറ്റില്ല. സോ അവിടെ എന്ത് വരും? ചൂസ് ബിറ്റ്വീൻ അല്ലെ. ഐ ഡിഡ്ന്റ് വോണ്ട് ടു ചൂസ് ബിറ്റ്വീൻ മൈ പേരൻസ്, അതാണ്.
പേരൻസ് രണ്ടുപേരും ഉള്ളതാണോ പറയാ? അല്ല, നമുക്ക് അങ്ങനെ അതുകൊണ്ടല്ല. ഇതെന്താ പറയണേ, ചൂസ് എന്ന വേർബിന്റെ കൂടെ ആയതുകൊണ്ടാണ്. ഓക്കെ, അല്ല സ്പെസിഫിക് അല്ലല്ലോ, അതുകൊണ്ട്. അടുത്ത് നോക്കിയേ, ദർ ഇസ് നോ ലിങ്ക് അമംഗ് ദി ഇൻസിഡൻസോ ദർ ഇസ് നോ ലിങ്ക് ബിറ്റ്വീൻ ദി ഇൻസിഡൻസോ. ഏതൊക്കെ ഇൻസിഡൻസ് ആണ് എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ടല്ല, ലിങ്ക് എന്ന് പറയുന്ന വേർഡ് അവിടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ടതാണ് ബിറ്റ്വീൻ ആണ്, അമംഗ് കൊടുക്കാൻ പറ്റില്ല. സെയിം വേ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ഇസ് സ്ട്രോങ്, അമംഗ് ദം പറയില്ല. കാര്യം ദം എന്ന് പറയുമ്പോൾ എത്ര പേര് ഇതിനെ പറ്റിയുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അറിയത്തില്ല കേട്ടോ, നമുക്ക് എത്ര പേര് തമ്മിലാണെന്ന് അറിയില്ല. പക്ഷേ റിലേഷൻഷിപ്പ് എന്നുള്ള വേർഡ് ആണോ, ഓഫ് കോഴ്സ് ആണോ, നിങ്ങൾ എന്തിൽ കൊടുക്കണം, അവിടെ കൊടുക്കുമ്പോൾ വേർബ് ഇസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അവിടെ വേർബോ അല്ലെങ്കിൽ അവിടുത്തെ നൗണോ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ബിറ്റ്വീൻ കൊടുക്കുക, ലിങ്ക്, ചൂസ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ, ക്ലാരിറ്റി കിട്ടിയല്ലോ പറഞ്ഞതിൽ. ഇവിടെ ബിറ്റ്വീനെ വരാവുള്ളൂ എന്നുള്ള ക്ലാരിറ്റി കിട്ടിയില്ലേ. അടുത്ത് നോക്കാം, അമിഡ്. ഈ അമങ് പറയുമ്പോൾ ഞാൻ പറഞ്ഞതൊരു പോയിന്റ് ഉണ്ട്. അമങ് നമ്മൾ ഇത് പറയാൻ വേണ്ടി ഉപയോഗിക്കുക, ലിറ്ററലി പൊസിഷൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇവര് ബിറ്റ്വീനും അമങ്ങുവേ കൗണ്ടബിൾ നൗണോട് ഉപയോഗിക്കും, അതിന്റെ പൊസിഷൻ പറയാൻ വേണ്ടി. അതിന്റെ പൊസിഷൻ എവിടെയാണെന്നല്ലേ പറയാം, അതിനാണ് കേട്ടോ അമങ് ഉപയോഗിക്കുക. പിന്നെ ബിറ്റ്വീനും രണ്ടും. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, അമങ്ങിന്റെ കൂടെ നിങ്ങൾ അമങ്സ്റ്റും കേട്ടിട്ടുണ്ടാവും. അമങ്സ്റ്റ് ഒന്നുമല്ല, അമങ് തന്നെയാ. അമങ്ങിന് വേറെ പ്രത്യേകത ഒന്നുമില്ല. അമങ്ങും അമങ്സ്റ്റും ഒരു സാധനം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അമങ്സ്റ്റ് കുറച്ചുകൂടെ ഫോമലാണ്. അമങ് അല്ലെങ്കിൽ അമങ്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് അമങ്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോമൽ ആട്ടോ. അമങ് എന്ന പ്രൊപ്പോസിഷനേക്കാൾ ഫോമൽ യൂസ് നിങ്ങൾ റൈറ്റിംഗിലാണ് കൂടുതലായിട്ട് ഇത് കാണുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് കൂടുതൽ ഉപയോഗിക്കുക, അവർ കുറച്ച് ഫോമൽ ആയിട്ടാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് പിന്നെ അമങ്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റിംഗിലാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ അമങ്ങ ഉപയോഗിക്കുക, റിട്ടൺ ഇംഗ്ലീഷിൽ അമങ്സ്റ്റ് ആണ് ഉപയോഗിക്കുക. ദാറ്റ്സ് എ ഡിഫറൻസ്. ഫോമൽ ആയിട്ട് വരുമ്പോൾ അമങ്സ്റ്റ് ഉപയോഗിക്കും. സെയിം മീനിങ് അമങ്ങിനും അമങ്സ്റ്റും, ഒരു വ്യത്യാസമില്ല. ഒന്ന് ഫോർമൽ യൂസേജ്, ഒന്ന് ഇൻഫോർമൽ യൂസേജ്, ദാറ്റ്സ് ഓൾ. ഇനി അമിഡ് എന്താ സാധനം? അമിഡ് എന്ന് പറയുന്നത് അമങ്ങിന്റെ അതേ മീനിങ് തന്നെ, വേറൊന്നുമില്ല. അമിഡ് എന്ന് പറയുന്നത് അമങ്ങിന്റെ അതേ മീനിങ് തന്നെ, പക്ഷേ ഡിഫറൻസസ്. അമിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് പറയാനാണ്, അൺകൗണ്ടബിൾ നൗൺ കൂടെയാണ്. ഇതും പൊസിഷന് വേണ്ടിട്ട് തന്നെ ഉപയോഗിക്കണേ അല്ലെ, അത് സെയിം സാധനം തന്നെയാ. പക്ഷെ അമിഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതേപോലെ വേറൊരു സാധനം കൂടെ ഉണ്ട്, ഏതാ, അമിഡ്സ്റ്റ്. നമ്മൾ ഈ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിംഗ്, എന്തെങ്കിലും ഒരു പേപ്പർ പ്രസന്റേഷനിലൊക്കെ അമിഡ്സ് വോർ ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. വോറിന്റെ ഇടയിലും എന്നുള്ളത്. വോർ എന്ന് പറയുന്നതൊക്കെ അൺകൗണ്ടബിൾ നൗൺ നമ്മൾ ഉപയോഗിക്കും. വോർസ് എന്ന് പറയുന്നവരും കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ഉണ്ടല്ലോ. അപ്പോൾ അമിഡ് പോവർട്ടിയുടെ ഇടയിലും അവരിങ്ങനെ ചെയ്തു. ഇടയിൽ എന്നാണ് അതിന്റെ അർത്ഥം. അമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്, അമങ് എന്ന് പറഞ്ഞാൽ ഇടയിൽ തന്നെ. പക്ഷെ അമങ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ, കൗണ്ടബിൾ നൗണോട് ഉപയോഗിക്കും. അമിഡ് അൺകൗണ്ടബിൾ നൗണോട് ഉപയോഗിക്കും മാത്രമേ ഉള്ളൂ. ഇതിന് വ്യത്യാസം എന്താ, അമിഡ്സ്റ്റ് ഫോമൽ ആണ്, ഫോമൽ യൂസേജ് മാത്രമാണ്. അമിഡ് ഇൻഫോർമൽ യൂസേജ്, ദാറ്റ്സ് എ ഡിഫറൻസ്. അർത്ഥം ഇടയിൽ നിന്ന് തന്നെ, ഇതിന്റെ ഇടയിലും നമ്മൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയില്ലേ, അത് അതിന്റെ അർത്ഥം. വേറൊന്നുമില്ല, പ്രത്യേകിച്ച് ഇനി വേറെ വ്യത്യാസമൊന്നുമില്ല, എല്ലാ സംഭവം സെയിം തന്നെയാണ്. ആകെപ്പാടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അമിഡ് എന്ന് പറഞ്ഞാലും അമങ് എന്ന് പറഞ്ഞാലും അമിഡ്സ് പറഞ്ഞാലോ അമങ്സ് എന്ന് പറഞ്ഞാലോ ഒരേ മീനിങ് ആണ്. വ്യത്യാസം ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ. അമങ്ങും അമങ്സ്റ്റും നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കുന്നു. അമങ് ഇൻഫോർമൽ, അമങ്സ്റ്റ് ഫോമൽ. അമിഡും എന്താ അതുപോലെ അമിഡ്സ്റ്റും നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഉപയോഗിക്കുന്നു. അവിടെയും അമിഡ്സ്റ്റ് ഫോമൽ ആണ്, അമിഡ് ഇൻഫോർമൽ ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, ഐ ഫൗണ്ട് എ ഗോൾഡ് റിംഗ് അമിഡ് ദ ഹീപ്പ് ഓഫ് ഗാർബേജ്. എന്തുകൊണ്ടാ, ഹീപ്പ് എന്താ സാധനം, അൺകൗണ്ടബിൾ നൗൺ ആണ്. കണ്ടോ, ഹീപ്പ് അൺകൗണ്ടബിൾ നൗൺ ആണ്. നമ്മൾ പറഞ്ഞേ, ഞാൻ ഇതിന്റെ ഗാർബേജിന്റെ ഇടയിൽ വെച്ച് എനിക്ക് ഇത് കിട്ടി എന്നുള്ളതാണ് എന്ന് പറയില്ലേ. നോക്കാം വേറെ എക്സാമ്പിൾ വെച്ച്, എല്ലാം അൺകൗണ്ടബിൾ നൗൺ കൂടെ കിട്ടും കേട്ടോ ഇത് യൂസ് ചെയ്യാം. നമ്മൾ കാണിച്ചു തരാം. You will get your passport dash your luggage. നോർമലായിട്ട് ചോദ്യങ്ങൾ വരും, നോക്കുക. ബിറ്റ്വീൻ
among, beside, and amid. ബേസിക്കലി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ വെച്ചാൽ യു വിൽ ഗെറ്റ് യുവർ പാസ്പോർട്ട് ഡാഷ് യുവർ ലഗേജ്. ബിറ്റ്വീൻ ആണോ, അമംഗ് ആണോ, ബിസൈഡ്സ് ആണോ, അമിഡ് ആണോ? നോർമൽ കേസിൽ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്ത് വരും? എക്സാമിനെ പറ്റി നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താറിയോ, ഓരോരുത്തർ എന്താ ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ആ ഒരു ഇത് പറഞ്ഞല്ലോ, അവർ പറയും 20 ദിവസവും 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വരും. അതുകൊണ്ട് അതിൽ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാണ്. നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്താ വരും ഇവിടെ? ഇവിടെ കൺഫ്യൂഷൻ എന്താ? നമ്മളെ നൗണ് നോക്കുക, നൗൺ അനുസരിച്ചാ. ഞാൻ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ ഇവിടുത്തെ പോയിന്റ്? ഈ വേർഡ് നോക്കുക. ദിസ് ഇസ് ദ വേർഡ്. ഇറ്റ്സ് എൻ അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ ഹീപ്പിന് മുമ്പിൽ കൊടുത്തേക്കണേ അല്ലെ? ഹീപ്പ് ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ അല്ലെ? ഹീപ്പിന്റെ അർത്ഥം കൂന, കൂന അല്ലെ? അപ്പം കൂന എന്ന് പറയുന്ന ഇതിന്റെ കൂടെ അതിന്റെ ഇടയിൽ നിനക്ക് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അമ്മിഡ് ഉപയോഗിച്ചു. ബിക്കോസ് ഇറ്റ്സ് എൻ അൺകൗണ്ടബിൾ നൗൺ. അതുകൊണ്ടാണ്. സെയിം വേ ലഗേജ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ അതിനോട് നമ്മൾ എന്ത് കൊടുക്കണം? യു വിൽ ഗെറ്റ് യുവർ പാസ്പോർട്ട് അമിഡ് യുവർ ലഗേജ്. ലഗേജിന്റെ ഇടയിൽ ഉണ്ടാവും അല്ലെ? നിനക്ക് അവിടുന്ന് കിട്ടും അമിഡ്. ബിക്കോസ് ഇറ്റ്സ് എൻ അൺകൗണ്ടബിൾ നൗൺ. അത്രയും, വേറെ ഒന്നുമില്ല. ക്ലിയർ? അടുത്തല്ലോട്ട് പോകും. ഇനി നമുക്ക് ഇന്നും ഇൻറ്റു നമ്മൾ ഡിഫറൻസ് നോക്കാം. കഴിഞ്ഞ എക്സാമിന് ഏതാണെന്നോ നമ്മളെ കഴിഞ്ഞ വിമൻ സിപിയോൺ ആണോ അതോ ഡിഗ്രി ലെവൽ എക്സാം ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരില്ല. അവിടെ നമ്മൾ പഠിച്ച സമയത്ത് ആ എക്സാമിന്റെ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഇന്നും ഇൻറ്റു ഒക്കെ വെച്ചിട്ട് കേട്ടോ. ഇന്നും ഇൻറ്റു ഒക്കെ വന്നിട്ട് അതിൽ ഏതാണ് കൊടുക്കുക, ഇന്നാണോ അവിടെ കൊടുക്കുക, ഇൻറ്റു ആണോ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ. സോ അത് നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ്. ഇന്ന് സ്റ്റാറ്റിക് ആയ കാര്യങ്ങൾ, മൂവ്മെന്റ് ഇല്ലേ. ഇൻറ്റു ആകുമ്പോൾ മൂവ്മെന്റ് ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിശ്ചലം, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, മാറ്റമില്ല. ഇൻറ്റു ആണെങ്കിൽ മൂവ്മെന്റ് ഉണ്ട്. ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് ഉള്ളിലോട്ട് പോകുന്നു, ആ മൂവ്മെന്റിന്. ഇന്നും ഇൻറ്റുവും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഇന്നും ഇൻറ്റു തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഉള്ളിലോട്ട് എന്നാണ് എന്തെങ്കിലും ഒരു അകത്തോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അകത്തോട്ട് വരും എന്ന് പറയില്ലേ, ആ ഇന്നില്ലേ, ആ സ്റ്റാറ്റിക്കാ. പക്ഷെ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ്മെന്റ് ഉണ്ട്. അതിനെയാണ് പറയാം. നോക്കാം, എക്സാമ്പിൾ കാണിച്ചു തരാം. ദ ഗേൾസ് ആർ സിറ്റിംഗ് അല്ലെങ്കിൽ വാക്കിംഗ് ഓർ ഡാൻസിങ് ഇൻ ദ റൂം അല്ലെ? അവർ റൂമിനുള്ളിൽ കൂടെ ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ വാക്ക് ചെയ്യുന്നു, സിറ്റ് ഇരിക്കുന്നു ഒക്കെ പറയാം. അതിന്റെ കൂടെ ഇന്നാ പറയാം. കാര്യം അവിടെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ടുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും അല്ലെ? ഹി കെയിം ഇൻ ടു ദ റൂം. ഒരു സ്ഥലത്ത് നിന്ന് റൂമിലോട്ട് പോയി, റൂമിലോട്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നു പറയാം. അവിടെ മൂവ്മെന്റ് ഉണ്ട്. അവൻ വന്ന് വരിക, വേറെ എവിടുന്നോ വരികയാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ മൂവ്മെന്റ്. അതുപോലെ നോക്കിയേ, ദ കിഡ്സ് ആർ പ്ലേയിങ് ഇൻ ടു ദ ഗ്രൗണ്ട് പറയില്ല. ദ കിഡ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് പറയുള്ളൂ. കാരണം എന്തുകൊണ്ടാ? ഗ്രൗണ്ടിൽ കടന്ന് മൂവ് ചെയ്യുന്നു അല്ല പറയണേ. ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ടുള്ള മൂവ്, ഫ്രം എ പ്ലേസ് ടു അനദർ പ്ലേസ് ആണ് ആ മൂവ്മെന്റ്. വെറും മൂവ്മെന്റ് അല്ല നമ്മൾ പറയണേ. വി ആർ ടോക്കിംഗ് അബൌട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് മൂവ്മെന്റ്. അതിനാണ് നമ്മൾ എന്ത് പറയാം കേട്ടോ. നിങ്ങളപ്പോൾ ചിന്തിക്കല്ലേ, ഇന്ന് എന്ന് പറയുമ്പോൾ ശരിയാ ഒരു സ്ഥലത്തിന്റെ ഇതിലാ പറയാ. പക്ഷെ ഇന്നിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഇവിടെ നിന്നുള്ള ഒരു സാധനം ഇതാ ഇവിടേക്ക് ഇവിടെ ഉണ്ട്, ഇതിന്റെ ഉള്ളിലുണ്ട്, അല്ലെ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര മൂവ്മെന്റ് അല്ല, മനസ്സിലായോ? അതിനാണ് ഇന്ന് വെച്ച് നമ്മൾ പറയുള്ളൂ. ഡാൻസ് ചെയ്യുമ്പോൾ ഇവിടെ കിടന്ന് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഡാൻസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഇതിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ടൊരു മൂവ്മെന്റ് നടക്കുകയാണ്, മറ്റൊരു പോയിന്റിലോട്ടുള്ള മൂവ്മെന്റിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻറ്റു എന്ന് പറയാം. ലൈക്ക് ഇവിടെ ഒരു പൊസിഷൻ നിൽക്കുകയാണ്, ഇന്നൊരു പൊസിഷനിലോട്ടുള്ള ഒരു മൂവ്മെന്റ്. ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. രണ്ട് സ്ഥലത്തുള്ളതാണ്. അവിടേക്കുള്ള മൂവ്മെന്റ് ശരിക്കും നമ്മൾ ഇൻറ്റു എന്നുള്ള യൂസേജ് കൊടുക്കാം. ഇന്നും ഇൻറ്റു നമ്മൾ ഡിഫറൻസ്. ഇന്നിന് ചെറിയ ഇത് നമ്മൾ പറയുള്ളൂ, പൊസിഷൻ മാത്രമേ പറയുള്ളൂ നോർമൽ കേസിൽ. എവിടെയാ അവനുള്ള റൂമിലുണ്ട് എന്ന് പറയില്ല. അപ്പൊ അവന്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ആലോചിക്കുക, ഇൻറ്റു പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ പറയാം. ഇൻറ്റു പറയുമ്പോൾ അവിടെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻറ്റു പറയും.
ഓക്കെ, ഐ ഷോ യു സം മോർ എക്സാമ്പിൾസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന എപ്പോഴാണെന്നറിയോ, ചോദ്യങ്ങൾ വരുന്ന എപ്പോഴാണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻ എ, ടു. ഓപ്ഷൻ ബി, ഇൻ. ഓപ്ഷൻ സി, ഇൻ ടു. ഓപ്ഷൻ ഡി, ഓൺ ടു. ഇങ്ങനെയാണ് നോർമൽ കേസിലെ ചോദ്യങ്ങൾ വരിക. നോക്കുക, ആൻസർ ചെയ്ത് വരും. വേറെ ഒന്നുകൂടി തന്നെ നോക്കിയേ. നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. പറഞ്ഞു. ഡൈവ് ചെയ്യാണ് അല്ലേ, നമുക്കറിയാം. ഡൈവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്? പൂളിലോട്ട് ഡൈവ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കരയിൽ നിന്നുകൊണ്ട് പൂളിലോട്ട് ഡൈവ് ചെയ്യുക അല്ലേ. നമ്മളിപ്പോൾ സീലോട്ട് ഡൈവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ റിവറിലോട്ട് ഡൈവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏത് വാട്ടർ ബോളിലോട്ട് ഡൈവ് ചെയ്യുമ്പോൾ രണ്ട് ലാൻഡ്സ്കേപ്പ്, രണ്ട് പ്ലേസിൽ നിന്നുള്ള മൂവ്മെന്റാ. ഒരു സ്ഥലത്ത് മറ്റൊരു പൊസിഷനിലുള്ള മൂവ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ദർ ഇസ് മൂവ്മെന്റ് അല്ലേ. അപ്പോൾ ഡൈവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അവിടെ മൂവ്മെന്റ് ഉണ്ട്. മൂവ്മെന്റ് നടക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ എന്ത് കൊടുക്കാം, ഇൻറ്റു കൊടുക്കാം, അല്ലെങ്കിൽ ഓൺ ടു കൊടുക്കാം. കാരണം മറ്റൊരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ടുള്ള പോക്കാം. അപ്പോൾ ഉറപ്പായിട്ട് വെറും ടു കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്തോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല, ഇന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇൻറ്റു അല്ലെങ്കിൽ ഓൺ ടു പറയും. ഓൺ ടു നമ്മൾ ഒരിക്കലും പൂൾ പോലെ വാട്ടർ ബോഡീസിലോട്ട് ഓൺ പറയില്ല, ഓൺ ടു പറയില്ല. ദാറ്റ്സ് എ റോങ് യൂസേജ്. ഇൻറ്റു പറയുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ ഇൻറ്റു കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മോബ് റഷ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് ഡിസ്ട്രോയിങ് ദ ബാരിക്കേഡ്. ബാരിക്കേഡ് വെച്ച സ്ഥലത്തോട്ട് കോമ്പൗണ്ടിലോട്ട് ഇടിച്ച് കയറി എന്നൊക്കെ പറയും നമ്മള്. ന്യൂസിലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന സാധനമാണ്. അവിടെ നമ്മൾ എന്താ കൊടുക്കണ്ടേ? കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ടിന്റെ പ്രതലം നമ്മൾ എന്താ പറയാ? കോമ്പൗണ്ടിലോട്ട്, ഉള്ളിലോട്ടോ അല്ലെ മുകളിലോട്ട് എന്നാണോ? അല്ല, കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഉള്ളിലോട്ടാ അല്ലെ. ഒരു സ്ഥലത്തിന് കോമ്പൗണ്ട് കെട്ടി നമ്മൾ അതിനെ ഒരു അല്ലെ ക്യാമ്പസ്, കോമ്പൗണ്ട് ഒക്കെ ഇൻ ദ ക്യാമ്പസ് അല്ലെ. ഷീസ് ഇൻ ദ ക്യാമ്പസ്, അവൾ ക്യാമ്പസിലുണ്ട്. ക്യാമ്പസിലോട്ട് കയറി അല്ലെ. ആര്? ദ തീഫ് അല്ലെങ്കിൽ ദ മോബ്, ആൾക്കാർ, ആൾക്കാർ അല്ലെ, വയലന്റ് ആൾക്കാർ ക്യാമ്പസിന്റെ ഉള്ളിലോട്ട് കയറി. അപ്പൊ പുറത്തായിരുന്നു, ക്യാമ്പസിന്റെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ ദർ ഇസ് എ മൂവ്മെന്റ് അല്ലെ. റഷ് ചെയ്ത് പോകുമ്പോൾ ദർ ഇസ് മൂവ്മെന്റ്, അത് പറയുന്നുണ്ട് അല്ലെ. ലോജിക്കലി ആണേ പല പ്രൊപ്പോസിഷൻസും ലോജിക്ക് വെച്ചിട്ട് കളിക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ മൂവ്മെന്റ്. ഇൻ ടു ആണ് പറയാ, ഓൺ ടു അല്ല. കോമ്പൗണ്ട് മുകളിലോട്ട് എന്നുള്ള പറയാം, കോമ്പൗണ്ട് ഉള്ളിലോട്ട് എന്നാ പറയാം. അതാണ് കേട്ടോ. ഈ പൂള് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇൻ ടു ആണോ ഓൺ ടു ആണോ. അതുപോലെയാണ് ഈ ഒരു കാര്യത്തിലും കേട്ടോ. നമ്മളിവിടെ പൂള് കണ്ടോണ്ടാണ് നമുക്ക് മനസ്സിലായത് ഇൻ ടു ആണോ ഓൺ ടു ആണോ എന്നുള്ളത്. അതുപോലെ കോമ്പൗണ്ട് കാണുമ്പോൾ ഇൻ ടു ആണോ ഓൺ ടു ആണോ പറയാൻ പറ്റുക. അതുപോലെ ഓൺ ടു അങ്ങനെ തന്നെയാണ്, ഓണും ഓൺ ടു എന്നുള്ള ഡിഫറൻസും അങ്ങനെ തന്നെയാണ്. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഓൺ ഓൺ ടു നമ്മൾ ഡിഫറൻസ് എന്ന് പറയാം. ഓൺ ടുവിന് അതേ മീനിങ് ഏകദേശം അപ്പോൺ പറയാം കേട്ടോ. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നോർമലി അപ്പോൺ നമ്മൾ പറയാം, നോർമൽ കേസിൽ കേട്ടോ. നോർമൽ കേസിൽ ഓൺ ടു ഒക്കെ ഉണ്ടെങ്കിൽ മൂവ്മെന്റ് ഉണ്ട്. സ്റ്റാറ്റിക് ആയ കാര്യമാണ് ഓൺ പറയാം. നോക്കിയേ, ദ ഫയൽസ് ആർ ലൈങ് ഓൺ ഹിസ് ഡെസ്ക്. അവന്റെ ഡെസ്കിൽ ഫയൽസ് ഉണ്ടല്ലോ. കാര്യം എന്താ? ഡെസ്കിന്റെ മുകളിൽ. അത്രേ ഉള്ളൂ, മൂവ്മെന്റ് ഇല്ല. ഡെസ്കിന്റെ മുകളിലുണ്ട്, അവിടെ പോയി ഇടുക. നമ്മൾ പറയും ദ കീസ് ആർ ഓൺ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിന്റെ മുകളിലുണ്ട്. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിഷ് വെച്ചിട്ടുണ്ട്, നമ്മൾ പറയും ഡിഷസ് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കീ നമ്മൾ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കില്ലല്ലോ, ഓൺ ദ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ച് പറയല്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഡെസ്കിന് മുകളിൽ വെച്ചു, ടേബിളിന്റെ മുകളിൽ വെച്ചു, ചെയറിന്റെ മുകളിൽ വെച്ചു ഒക്കെ പറയില്ല, ആ സാധനം. ഇനി ദ ക്യാറ്റ് ജംപ്ഡ് ഓൺ ടു ദി കാർ പറയും. കാര്യം എന്തുകൊണ്ടാ? നിലത്തുനിന്ന് കാറിലോട്ട് എടുത്ത് ചാടി എന്നല്ലേ പറയാ. ജമ്പ് ചെയ്യുമ്പോ എപ്പോഴും മൂവ്മെന്റ് ഉണ്ടേ അല്ലെ. ജമ്പ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് മൂവ്മെന്റ് ഉണ്ട്. പിന്നെ എടുത്ത് ചാടി കാറിന്റെ മുകളിലോട്ട് എടുത്ത് ചാടി, അല്ല കാറിന്റെ ഉള്ളിലോട്ട് എടുത്ത് ചാടി എന്ന രീതിയിലല്ല, കാറിന്റെ മുകളിലോട്ട് എടുത്ത് ചാടി നമുക്ക് പറയാം. ദാറ്റ്സ് എ ഗുഡ് യൂസേജ് അല്ലേ, പറയാൻ പറ്റും. മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ ടു ഓൺ ടു രണ്ടും ഇൻ ടു ഓൺ ടു പറയാം.
പുട്ട് ഇറ്റ് ഓൺ മൈ ടേബിൾ, എന്റെ ടേബിൾ വെച്ചോ എന്ന് പറയില്ലേ. ഓക്കെ, എക്സാം കാണിച്ചു നോക്കാം. ഡോണ്ട് drive option A onto, option B to, option C into, option D on. ഏത് വരും എന്ന് പറ. ഈ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോഴേ, അല്ലെങ്കിൽ ചില വീടുകളുടെ ഒക്കെ മുമ്പിൽ എഴുതി വെക്കും, എന്തിലൂടെ നടക്കരുത്, പുല്ലിലൂടെ നടക്കരുത് എന്ന് പറയും. കാര്യം എന്തുകൊണ്ടാ? പുല്ല് നമ്മളൊരു സർഫസിന്റെ പൊക്കത്ത് പതിപ്പിച്ചേക്കുക, അതിന്റെ മുകളിലൂടെ കയറി നടക്കല്ലേ എന്ന് പറയും. ഡോണ്ട് വാക്ക് ഓൺ ടു ദ ഗ്രാസ്, ഡോണ്ട് ഡ്രൈവ് ഓൺ ടു ദ ഗ്രാസ്, ഡ്രൈവ് ചെയ്ത് അതിലോട്ട് പോലെ പറയാറ്. അതെന്തുകൊണ്ടാണെന്നറിയോ? കാര്യം ഗ്രാസ് ഒരു സോയിലിന്റെ പൊക്കത്ത് പതിപ്പിച്ചേക്കാണ്, അതിന്റെ മുകളിലോട്ട് നടക്കരുത് നമ്മൾ പറയാം. ലോണൊക്കെ എങ്ങനെ പറയാം? സെയിം. അപ്പൊ ഇൻറ്റു പറയാൻ പറ്റില്ല, ഉള്ളിലോട്ട്, ഗ്രാസിന്റെ ഉള്ളിലോട്ട് നടക്കരുതെന്നല്ല നമ്മൾ പറയാം, ബുഷിന്റെ ഉള്ളിലോട്ട് എന്ന് പറയാനുണ്ട്, ഗ്രാസിന്റെ ഉള്ളിലോട്ട് പറയില്ല. അത് നോൺ ടു പറയും. കാരണം പ്രതലം, മൂവ്മെന്റ് അവിടെ ഉണ്ട് അല്ലെ, അവിടെ മൂവ്മെന്റ് ഉണ്ട്, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ മൂവ്മെന്റ് നടക്കണ്ടേ, അപ്പൊ അത് കാര്യം കൊണ്ടാണ് ഇത് പറയാം. ഓക്കെ, ആ ഡിഫറൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ട് നമ്മൾ അത് പറയുന്നു എന്നുള്ള ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇത് ഒക്കെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചെന്ന് ഓർക്കണം. ഇത് ഈ ഓൺ ടൂം, ഓണും അതുപോലെ ഇൻ ടൂം ഒക്കെ പൊസിഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻസ് ആണ്. അതുപോലെ അടുത്ത പ്രൊപ്പോസിഷൻ ആണ് വളരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്ന, വളരെയധികം പേർ തെറ്റിക്കുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ് ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. കാര്യം രണ്ടും പ്രൊപ്പോസിഷൻസ് ആണെന്ന് വെച്ചാൽ പ്രൊപ്പോസിഷൻസ് ആണ്. അതേസമയത്ത് നമ്മുടെ ഇതിന് ബിസൈഡ്സിന് പ്രൊപ്പോസിഷൻ മാത്രം യൂസ്ഡ് അല്ല, അതിന് നമുക്ക് അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം. ബിസൈഡ്സിനെ, ബിസൈഡ് പ്രൊപ്പോസിഷൻ ആണ്, ബിസൈഡ്സ് പ്രൊപ്പോസിഷനും ആണ്, ആഡ്വേർബും ആണ്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. പൊസിഷൻ പറയാൻ വേണ്ടിയാ ഉപയോഗിക്കാം. രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താ വെച്ചാ ബിസൈഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബിസൈഡിന്റെ അർത്ഥം അരികെ, അടുത്തോ, അരികെ എന്നൊക്കെ നമ്മൾ പറയില്ല മലയാളത്തിൽ, അരികെ അല്ലെ, അതായത് നിയർ, അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അരികെ അല്ലെങ്കിൽ നിയർ എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയത്ത് നമ്മുടെ ഇത് എന്താ പറയാ, ബിസൈഡ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണെന്നറിയോ? കൂടാതെ എന്നാണ്. കൂടാതെ അല്ലെങ്കിൽ ഇൻ അഡിഷൻ, അത് കൂടാതെ. ഇംഗ്ലീഷിലെ ഇൻ അഡിഷൻ എന്നും ബിസൈഡ്സിന് മലയാളത്തിൽ കൂടാതെ എന്നും അർത്ഥം. അപ്പൊ ആ രണ്ട് ഡിഫറൻസ് മനസ്സിൽ ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. നോക്കിയേ, സോണിയ came and sat beside me. എന്തുകൊണ്ടാ? സോണിയ വന്ന് എന്റെ അരികെ ഇരുന്നു, എന്റെ അടുത്തിരുന്നു, എന്റെ അരികെ ഇരുന്നു പറഞ്ഞു. മനസ്സിലായോ? അവിടെ അരികെ സ്ഥലം പറയും. ബിസൈഡ്സിന്റെ അർത്ഥം കൂടാതെ എന്നർത്ഥമാണ്. ഞാൻ പറഞ്ഞേ, അതിനെ കൂടുതലായിട്ട് നമ്മൾ അഡ്വേർബ് ഫോർമുലേഷൻ ഉപയോഗിക്കാം. നോക്കി, ബിസൈഡ്സ് ചോക്ലേറ്റ്സ്, ചോക്ലേറ്റ്സ് കൂടാതെ ഷീ ഗേവ് മീ എ പ്രസന്റ്. ഇവിടെ പ്രൊപ്പോസിഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബിസൈഡ്സ് ചോക്ലേറ്റ് ഷീ ഗേവ് മീ എ പ്രസന്റ്. മനസ്സിലായോ? ഇതേപോലെ നമ്മൾ അതായത് കൂടാതെ, ചോക്ലേറ്റ് കൂടാതെ അവൾ എനിക്കൊരു പ്രസന്റ് കൊടുക്കുന്നു. ഇനി വേറൊരു കാര്യം പറയാം. യു ക്യാൻ use it as an ornament. Besides it is edible. കൂടാതെ അത് എഡിബിളും ആണ്, കഴിക്കാനും പറ്റും. ഇവിടെ അഡ്വേർബ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചു ബിസൈഡ്സ്. ബിസൈഡ്സ് പ്രൊപ്പോസിഷൻ ആയിട്ടും അതുപോലെ തന്നെ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുകയെ, അത് ഓർത്ത് വെച്ചോണം.
ബിസൈഡ്സ് പ്രിപ്പോസിഷൻ ആയിട്ടും അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുക, അത് മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അത് നോക്കിയാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. കൂടാതെ he will അവൻ നിങ്ങളെ ഗൈഡും ചെയ്യും. he will guide you. Besides he will guide you. കൂടാതെ അവൻ നിങ്ങളെ ഗൈഡും ചെയ്യും. കൂടാതെ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന കേസാണ് ഞാൻ പറയാം. പ്രിപ്പോസിഷൻ ആയിട്ട് മാത്രമല്ല, അഡ്വേർബ് ആയിട്ട് നമുക്ക് ബിസൈഡ്സ് ഉപയോഗിക്കാം. പക്ഷെ ബിസൈഡ് അങ്ങനെയല്ല, ബിസൈഡ് പ്രിപ്പോസിഷൻ മാത്രമാണ്. അഡ്വേർബ് ആയിട്ടും ബിസൈഡ്സ് ഉപയോഗിക്കപ്പെടും. ഇവിടെ രണ്ടിടത്തും അഡ്വേർബ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി രണ്ടിടത്തും പ്രൊപ്പോസിഷനാ. ബിസൈഡ്സ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അത് കൂടാതെ ചോക്ലേറ്റ് കൂടാതെ ഷി ഗേവ് മീ പ്രസന്റ് ഒരു പ്രൊപ്പോസിഷനാണ്. ഇവിടെ ബിസൈഡ് പ്രൊപ്പോസിഷൻ മാത്രം. ആ ഡിഫറൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരുപാട് വട്ടം ചോദിക്കപ്പെട്ട ക്വസ്റ്റൻ ആണ് ഇത്. ഒരുപാട് എക്സാമിന് ചോദിക്കപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, എക്സാമ്പിൾ ആണോ? ഓക്കെ, നോക്കാല്ലേ ഏതാ ആൻസർ വരുന്ന നോക്കാലോ. പറഞ്ഞോ. സെയിം ഇതിലുള്ള വേറൊരു ഓപ്ഷൻ തരാം. ഓക്കെ, ആദ്യത്തെ നമുക്ക് മനസ്സിലായി എന്താണ്? മൈ ബ്രദർ ഇസ് കമ്മിങ് ടു വെഡിങ്. നിന്റെ വെഡിങ്ങിന് എന്റെ ബ്രദറും വരുന്നുണ്ട്, ഞാൻ കൂടാതെ അല്ലെ, ഞാൻ കൂടാതെ എന്റെ ബ്രദറും വരുന്നുണ്ട് എന്നല്ലേ പറയണേ. അപ്പോ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ പറയാം കൂടാതെ നടത്തുവാണെങ്കിൽ എന്ത് വരും? ബിസൈഡ്സ് ആണ്. രണ്ടാമത്തെ ഫസ്റ്റ് വൺ ആണേ ബിസൈഡ്സ് വരിക. കൂടാതെ എന്ന് അർത്ഥം വരുന്നത് അല്ലേ, ഞാൻ കൂടാതെ എന്റെ ബ്രദറും വരുന്നുണ്ട് എന്നല്ല പറയാ. അപ്പം കൂടാതെ എന്ന് അർത്ഥം വരുന്ന ഏതാ? കൂടാതെ എന്നുള്ള അർത്ഥം ഏതാ? ബിസൈഡ് ആണോ? ബിസൈഡ് ആണോ കൂടാതെ എന്ന് അർത്ഥം വരുന്നേ? അല്ല, ബിസൈഡ്സ് ആണ് കൂടാതെ അല്ലേ. അപ്പൊ ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഉണ്ടോ? നമുക്ക് കൺഫ്യൂഷൻ എപ്പോഴും ആ ബിസൈഡും ബിസൈഡ്സിലും ഏതായിരുന്നു ഒന്നുകൂടെ കാണിക്കും മിസ്സേ അല്ലേ. ബിസൈഡ് ആയിരിക്കേ അല്ലേ, ബിസൈഡ് ആയിരിക്കെ. ബിസൈഡ്സ് കൂടാതെ, ബിസൈഡ്സ് യുവർ ബ്രദർ, മൈ ബ്രദർ ഈസ് കമ്മിങ് ടു വെഡിങ് ബിസൈഡ്സ് മീ. ഞാൻ കൂടാതെ എന്റെ ബ്രദറും വരുന്നുണ്ട് നിന്റെ വെഡിങ്ങിന് എന്നാ പറയണേ അല്ലേ. ഇവിടെയോ ഡോണ്ട് വറി ഐ എം റൈറ്റ് ബിസൈഡ് യു. നിന്റെ അരികെ ഞാൻ ഉണ്ട് അല്ലേ, ഒന്നും പേടിക്കണ്ട, ഞാൻ തൊട്ടരികെ ഉണ്ട്, നീ പേടിക്കണ്ടെന്നേ. ഐ എം റൈറ്റ് ബിസൈഡ് യു. മനസ്സിലായോ? ബിസൈഡ് അരികെ, ബി ബൈ യുവർ സൈഡ്, ബൈ യുവർ സൈഡ്, ബൈ ദ സൈഡ്, അതാണ് കേട്ടോ ബിസൈഡ്. ബിസൈഡിന്റെ അർത്ഥം എന്താ? ബൈ ദി സൈഡ്. ഐ എം റൈറ്റ് ബൈ യു എന്ന് പറഞ്ഞതിന്റെ അടുത്തുണ്ടെന്ന അർത്ഥം. ബിസൈഡിന്റെ അർത്ഥം കേട്ടോ, ബൈ ദ സൈഡ് ആണ് ബിസൈഡ് കേട്ടോ. അരികെ, നിയർ എന്നർത്ഥം. അർത്ഥം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ അടിക്കണ്ടല്ലോ, കൺഫ്യൂഷൻ അടിക്കണ്ടല്ലോ. കുറച്ച് പേരൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ തീർത്തോ. കൺഫ്യൂഷൻ നമുക്ക് വേണ്ട, ഇനി അങ്ങോട്ട് കയ്യിൽ വെക്കണ്ട, ഇതുകൊണ്ട് തീർത്തോളൂ. ഓക്കെ, അടുത്തോട്ട് പോട്ടെ. നെക്സ്റ്റ് വൺ, ഓവർ വണ്ടറും. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കോമ്പിനേഷൻ ആണ് ഓവർ വണ്ടറും. ഓവർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറയാം,
ഓവർ നമ്മൾ മുകളിൽ എന്ന അർത്ഥത്തിലാണ്, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ എന്ന അർത്ഥത്തിലാണേ. അപ്പൊ താഴെ എന്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറിയോ? ഇഫ് സർഫസ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അണ്ടർ പറയും കേട്ടോ നോർമലി. പിന്നെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അണ്ടർ പറയാം കേട്ടോ. ടച്ചിങ് സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ അണ്ടർ പറയുള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ പറയാം പുട്ട് എ ഷർട്ട് ഓർ പുട്ട് എ ഷർട്ട് അണ്ടർ യുവർ ജാക്കറ്റ്. നിന്റെ ജാക്കറ്റിന്റെ താഴെ ഒരു ഷർട്ട് കൂടി ഇട്ടിട്ട് പോടാ എന്ന് പറയില്ലേ. മീൻസ് അവിടെ നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്ത് നിൽക്കണം, അല്ലെ ജാക്കറ്റിനോട് ടച്ച് ചെയ്ത് ഷർട്ട് നിൽക്കണം. അവിടെയാണ് നമ്മൾ അണ്ടർ പറയാം ടച്ചിങ് ഉണ്ട്. പിന്നെ മോഷൻ ഉണ്ടാകാം, മോഷൻ ഉണ്ടാവാതിരിക്കാം. മോഷൻ ഉണ്ടെങ്കിലും മോഷൻ ഇല്ലെങ്കിലും നമുക്ക് അണ്ടർ ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് അറിയോ അണ്ടർ പറയാനുള്ള കാരണം പറഞ്ഞുതരാം. Put the blanket over the baby. Put the blanket over the baby. Over മുകളില്, ഓവറും അണ്ടറും രണ്ടും ടച്ചിങ് സർഫസ് ആണ്. മോഷൻ ഉണ്ടാകും, മോഷൻ ഉണ്ടാകണ്ട. ഓവർ ദ ബേബി, കുട്ടി കിടക്കുകയാണ്, കുട്ടിയുടെ മുകളിൽ നമ്മൾ പുതപ്പ് പുതയ്ക്കുക. അപ്പൊ കുട്ടിയുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ബോഡിയിൽ ആ സംഭവം ടച്ച് ചെയ്യുന്നുണ്ട്, പുതപ്പ് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓവർ കൊടുത്തു, കുട്ടിയുടെ മുകളിലായിട്ടേക്കണേ. മീര ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ. അവിടെ ഒരു വ്യത്യാസം പറയണേ. അവിടെ നിങ്ങൾ ചിന്തിക്കും സർഫസ് ടച്ച് ചെയ്യുന്നില്ലല്ലോ, അണ്ടർ ദ ട്രീ പറയുമ്പോൾ സർഫസ് ടച്ച് ചെയ്യുന്നില്ലല്ലോ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ട്രീയും ആ വ്യക്തിയും തമ്മിൽ ചെറിയൊരു നേരിയ വ്യത്യാസമുള്ളൂ, തൊട്ടില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ. അത് വലിയ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ആജാനബാഹു ട്രീകളെ പറ്റിയല്ല പറയുന്നത്. നോർമലി നമ്മൾ പറയില്ലേ ആ ട്രീയുടെ ഇതിലാണ് അടിയിലാണ് കുട്ടി ഇരിക്കണേന്നോ അല്ലെ അവൻ ഇരിക്കുന്നതെന്നൊക്കെ പറയില്ലേ. അപ്പൊ ഒരു ചെറിയൊരു ബേസിക് ഡിഫറൻസ് ലെങ്ത് വൈസ് ഉള്ളൂ അവിടെ പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ട് അത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓവർ പറയുമ്പോൾ നോക്കിയേ, ദ പ്ലെയിൻ ഫ്ലൂ ഓവർ ദ ക്ലൗഡ്സ്. ക്ലൗഡ്സിന്റെ മുകളിലൂടെ പറന്നു അല്ലെ. ക്ലൗഡ്സിന് മുകളിൽ പറക്കുന്നു പറഞ്ഞാൽ നമുക്കറിയാലോ ടർബുലൻസ് ഉണ്ടാവുന്നുണ്ട്. ക്ലൗഡ്സിൽ ടച്ച് ചെയ്യാൻ അല്ലെ, തൊട്ടില്ല എന്ന് പറഞ്ഞാൽ പോണേ. നേരിയ ഡിഫറൻസേ ഉള്ളൂ. മോഷൻ ഉണ്ടാകാം, മോഷൻ ഉണ്ടാവുന്നില്ല. ദ ബേർഡ്സ് ആർ ഫ്ലൈങ് ഓവർ യുവർ ഷോൾഡേഴ്സ് ഓർ ദ ബേർഡ്സ് ആർ ഫ്ലൈങ് ഓവർ യുവർ ഹെഡ്. നിന്റെ തലയ്ക്ക് മുകളിൽ ബേർഡ്സ് പറക്കുന്നു അല്ലെ. പറയില്ലേ ആ സാധനം ഓവർ യുവർ ഇത് പൊക്കത്തൂടാണ്, പക്ഷെ നേരിയ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെ തൊട്ടില്ല എന്ന് പറയുന്നതിനെയാണ് നമുക്ക് അണ്ടർ ഓവർ പറയാം. ഇത് ആൻസർ താഴെ മുകളിൽ എന്നുള്ളത് ഇത് വരിക. യു ആർ അണ്ടർ ദ CCTV സർവൈലൻസ്. ഇപ്പൊ അണ്ടർ ദ ട്രീ പറയുന്ന പോലെ അണ്ടർ ദ CCTV സർവൈലൻസ്. CCTV വെച്ചപ്പോൾ നമ്മൾ അതിന്റെ താഴെ ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു പരിധിക്കുള്ളിൽ നമ്മളുണ്ട്. ആ ഒരു പരിധി ഉണ്ടല്ലോ, ആ ഒരു പെരിമീറ്റർ ആണ് അവിടെ പറയണേ കേട്ടോ. എപ്പോഴും ശ്രദ്ധിച്ചോണേ, ഡൗട്ട് വരാം, പലർക്കും ഡൗട്ട് വരാം. അപ്പൊ ഈ പറയുന്ന കാര്യം എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓവർ അണ്ടർ എപ്പോഴും പെരിമീറ്റർ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. കാര്യം നോക്കുക, നമ്മളൊരു ലെവൽ വെക്കാം. ഫോർ എക്സാമ്പിൾ ഇതാണ് ലെവൽ എന്ന് വിചാരിക്കുക, ഇതൊരു ഇത് വെക്കാണ്. അപ്പൊ ഈ ഒരു പെരിമീറ്ററിന്റെ ഉള്ളിൽ, ഇത്ര ഒരു പെരിമീറ്ററിന്റെ ഉള്ളിലും ഉള്ളതിനെ ഓവർ എന്നും, ഈ ഒരു പെരിമീറ്ററിന്റെ ഇതിലുള്ളതിനെ നമുക്ക് അണ്ടർ എന്നും പറയാം അല്ലെ. അതൊരു ചെറിയ പെരിമീറ്റർ, നേരിയ ഒരു പെരിമീറ്ററിന്റെ ഉള്ളിലാണ്, തൊട്ടില്ല എന്നുള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് ടച്ച് എന്നുള്ള ഇത് ഓപ്ഷൻ കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ ഓർക്കണം, ഇറ്റ്സ് ഓൾ അപ് ടു ദ പെരിമീറ്റർ. ഇവിടെ ഒരു പെരിമീറ്റർ ഒരു ഇത് പറയുന്നില്ല, ഒരു ഡൊമൈനുള്ളിൽ നിന്നുള്ള പരിപാടിയാണ്. അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഓവറും അണ്ടറും ഉപയോഗിക്കാം. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന ഓവറും അണ്ടറും ഉപയോഗിക്കുന്ന എപ്പോഴും ആ പെരിമീറ്ററിന്റെ ഉള്ളിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് മറക്കല്ല, മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ഉള്ളിൽ, അതിന്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആ ഒരു ചുറ്റുവട്ടത്തിനുള്ളിലാണ് നമ്മൾ പറയാം. അതുകൊണ്ടാണ് ഓവർ ബ്രിഡ്ജ്, അണ്ടർ ബ്രിഡ്ജ് എന്നൊക്കെ പറയാം. കാര്യം ഇവിടെ ഉള്ള ഒരു വരയുടെ മുകളിലൂടെ ഉള്ളതിനെ ഓവർ ബ്രിഡ്ജ് അല്ലെ. ഞാൻ ഈ ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് നിൽപ്പുണ്ട് എന്നൊക്കെ പറയില്ല നമ്മൾ. അതിന് മുകളിലൂടെ ഉള്ളതാണ്, തൊട്ട് ബ്രിഡ്ജ് തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ ഓവർ ബ്രിഡ്ജ്, അണ്ടർ ബ്രിഡ്ജ് എന്നൊക്കെ നമ്മൾ പറയാം. ഇനി എന്തിനാണ് ഇത്രയും ഡിഫറൻസോട് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ വേറെ ഉണ്ട്, ബിലോയും എബോവും ഉണ്ട്. അത് തമ്മിലൊരു വ്യത്യാസം വരും. ബിലോ എബോ തമ്മിൽ അപ്പൊ എന്തായിരിക്കും വ്യത്യാസം, നമുക്ക് അതിന്റെ ഒരു കൺഫ്യൂഷൻ, സോറി ബിലോ എബോ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. പറയില്ലേ ആ ഒരു കാര്യത്തിൽ വരുമ്പോഴാണ് വരുന്നത്. ഷോ യു സം എക്സാമ്പിൾസ് കേട്ടോ, നോക്കിയേ. They are waiting for us dash the bridge. Option A, over, above, between, below. ആൻസർ പറഞ്ഞു, നോക്കിയിട്ട് ആൻസർ പറഞ്ഞു.
ആൻസർ പറഞ്ഞു കേട്ടോ. ദീപ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓവർ തിങ്ക് ചെയ്യണ്ട. ശില്പയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ശില്പ അങ്ങനെ രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാനേ ഇടുള്ളൂ, വേറെ ആരും ഇല്ല പറഞ്ഞില്ലേ. അതുപോലെ ഈ സംഗതി എന്തായാലും ഇടില്ല, അത് രണ്ടും കറക്റ്റാ. ഓവർ വന്നാലും അണ്ടറോട് ഒരുമിച്ച് വന്നാ രണ്ടും കറക്റ്റാ. ദേ ആർ വെയിറ്റിംഗ് ഫോർ എസ്. ഓവർ ദ ബ്രിഡ്ജും അണ്ടർ ദ ബ്രിഡ്ജും കറക്റ്റാ, രണ്ടും കറക്റ്റ്. അതുകൊണ്ട് അതേ വരുള്ളൂ, അതല്ലാതെ വരില്ല. അതുകൊണ്ട് ഏതന്നെയാ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ അങ്ങനെ വരില്ല. അബോവ് വരില്ല, അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബിറ്റ്വീൻ, ബിലോ രണ്ടും തെറ്റാണ്. പിന്നെ റിമെമ്പർ ടു വെയർ ദ തേർമൽ വെയർ. തേർമൽ വെയർ ധരിക്കാൻ മറക്കല്ല. അല്ലെങ്കിൽ വെയർന്ന് തന്നെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ പറയണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, വെയറിന് പകരം നമുക്കൊരു പ്രൊപ്പോസിഷൻ ഫ്രേസിലോ ഇടാം, പുട്ട് ഓൺ. ഓക്കെ, റിമെമ്പർ ടു പുട്ട് ഓൺ ദ തേർമൽ വെയർ ഡാഷ് ടീഷർട്ട്. ബിഹൈൻഡ് ആണോ? ബിഹൈൻഡ് പുറകിൽ ഇടാൻ പറയുമോ? ഇൻസൈഡ് അകത്തിടാൻ പറയും. നമ്മൾ അകത്ത് ടീഷർട്ടിന്റെ അകത്തിടാനാ പറയണേ. പക്ഷെ അകത്ത് എന്ന് പറയുന്ന അകം ഇതേ അകമല്ല അല്ലെ. ഒരു പൊസിഷൻ ആണ് ഇൻസൈഡ് പറയും. ഇത് പൊസിഷൻ ആണോ? അല്ല, പ്രതലമാണ്, പെരിമീറ്റർ ആണ് പറയുന്നത് നമ്മൾ അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ? ബിലോ പറയില്ല, അണ്ടർ യുവർ ടീഷർട്ട് ആണ് പറയാം അല്ലെ. സോ ആൻസർ അണ്ടർ വരും. ആ ഡിഫറൻസ് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ബിലോയും എബോവും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. അതെന്താണ് ബിലോ ആൻഡ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു തരാം. നോക്കിയോ, എബോയും ബിലോയും പറയുന്നത് ഹയർ അല്ലെങ്കിൽ ലോവർ ലെവൽ ദാൻ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ലെവൽ വൈസേ പറയൂ. ഈ ബിലോ ആൻഡ് എബോവ് ഉണ്ടല്ലോ, നമ്മൾ ഓവർ ആൻഡ് അണ്ടറും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളൊരു ലിറ്ററലി ഒരു ലൈൻ എടുക്കുകയാണ്. ഒരു ലൈൻ, ഈ ഒരു ലൈൻ നോക്കാം, ഈ ഒരു ലൈൻ, ഇതാണ് നമ്മുടെ ഒരു ലൈൻ, ബേസിക് ഒരു ലൈൻ ആണ്. ആ ലൈനിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലും ബിലോ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിലുമാണ് പറയണേ. മനസ്സിലായോ? ഈ ഒരു ലെവൽ, ഈ ലെവലിന്റെ മുകളിലോ അല്ല ഈ ലെവലിന് താഴെയോ, ലെവൽ വെച്ചിട്ടാ കളി മൊത്തം. ഇത് നമ്മൾ എന്നാ പറ്റിയാ പറയണേ? ലെവൽ വെച്ചിട്ടാ പറയണേ. ലെവൽ, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ലെവൽ. ലോവർ ആകാം ഓർ ഹയർ ആകാം, ലെവൽ വെച്ചിട്ടാ പറയാം. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന എന്താ പറയാ, ബിലോ അല്ലെങ്കിൽ അബോവ് പറയാം. ഒരു ലെവൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, ഒരു എന്താ പറയാ, ഒരു ഇത് എന്താ പറയാ, നമ്മള് ഒരു സ്റ്റാൻഡേർഡ് അല്ലെ. ലെവൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ആ ഡിഗ്രി. അതിൽ കൂടാ കുറയാം, ആ കൂടുതലോ കുറയാലോ. അബോവ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, ബിലോ എന്ന് പറഞ്ഞാൽ കുറവാണ്. ഡിഫറൻസ് മനസ്സിലായോ? ഞാൻ പറയുന്നതിന്റെ ക്ലാരിറ്റി കിട്ടുമോ? അബോവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ, എന്തെങ്കിലും ആ ലെവലിൽ കൂടുതൽ, ഇങ്ങോട്ട് കൂടുതൽ വന്നാൽ അത് നമ്മൾ അബോവ് എന്ന് പറയും. ഒരു ലെവലിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയും? ബിലോ എന്ന് പറയും. ഡിഫറൻസ് കൂടുതൽ കുറവ്, അതാണ് കേട്ടോ എബോ ആൻഡ് ബിലോ നമ്മുടെ ഡിഫറൻസ്. ഓവറും അണ്ടറും അങ്ങനല്ല. ഓവർ ഉണ്ട് തൊട്ട് തൊട്ടില്ല എന്നുള്ള ആ പെരിമീറ്റർ, ആ ഒരു ഇതാണ് പറയാ, ആ ഒരു ഇതിന്റെ ഉള്ളിൽ ചുറ്റുവട്ടത്തിനുള്ള അതാണ് പറയാം. അതാണ് അണ്ടർ ദ ട്രീയും അണ്ടർ ദ CCTV സർവൈലൻസും ഒക്കെ വന്നത്. ബിലോ ദ CCTV സർവൈലൻസ് നമ്മൾ പറയില്ല, കാര്യം ബിലോ കുറവ്, CCTV സർവൈലൻസിനേക്കാളും കുറവ് എന്ന് പറയുമില്ല അല്ലെ, അങ്ങനെ അർത്ഥത്തിലല്ല. മനസ്സിലായോ? അതാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഒക്കെ കൊടുക്കുമ്പോൾ ഇന്ന ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ വരണ്ട, അതിനേക്കാളും കൂടുതലാണെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ ആയി, ഇതിനേക്കാൾ കുറവാണെങ്കിൽ അങ്ങനെ പറയാം. ദ ടെമ്പറേച്ചർ ഇസ് അബവ് 37 degrees Celsius. മനസ്സിലായോ? ബിക്കോസ് അവിടെ ഒരു ലെവൽ ഉണ്ട്, നമുക്കൊരു ലെവൽ 37 ഡിഗ്രി ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് അങ്ങനെ. ഹിസ് മന്ത്ലി ഇൻകം ഇസ് ബിലോ 20K. 20K കുറവാണ്. കാര്യം നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേക്കാൾ 20K, ആ സ്റ്റാൻഡേർഡിലും കുറവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് അവിടെ, യൂസേജ് നമ്മുടെ ബിലോ എന്നുള്ള ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ തരാം. You will pass the test only if you score
ഇത് പറഞ്ഞു. ഇതിപ്പോൾ 4 ഇട്ടിട്ടുണ്ട്. ദീപ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇട്ടത്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ലോജിക്ക് വെച്ചുള്ള കളിയാണ്. ഇവിടെ നമുക്ക് അണ്ടറും ഉണ്ട്, ഓവറും ഉണ്ട്, എബോവ് ഉണ്ട്, ബിലോ ഉണ്ട്. അപ്പൊ പിന്നെ ലോജിക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസർ മാത്രമേ അങ്ങനെ വരുള്ളൂ. ലോജിക്കുള്ള ക്വസ്റ്റിന് മാത്രമേ അങ്ങനെ രണ്ടും വരുള്ളൂ. അല്ല ഏതെങ്കിലും ഒന്നേ ആൻസർ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റിന് മാത്രമേ ഇത് വരത്തുള്ളൂ. ആൻസർ പറഞ്ഞതിന്റെ നോക്കിയോ? നാൽപ്പതില് കൂടുതൽ കിട്ടിയാൽ മാത്രം, അല്ല 40ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, ആ 40 കൂടുതൽ കിട്ടിയാൽ മാത്രമേ നീ ജയിക്കുള്ളൂ. ലോജിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യു വിൽ പാസ് ആവണമെങ്കിൽ കൂടുതൽ കിട്ടണം, കുറവ് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? അബവ് 40 എന്ന് കൊടുത്താലേ ലോജിക്കലി കറക്റ്റ് ആവുള്ളൂ. അവിടെ നമുക്ക് ബിലോ 40 വന്ന യു വിൽ, ഇപ്പൊ ഇത് എന്ത് വന്നേനെ? ഈ പാസിന് പകരം കൊടുക്കുകയാണ് യു വിൽ ഒള്ളി ഇല്ല, ഒള്ളി എന്നുള്ളത് ഇല്ലെന്ന് വിചാരിക്കുക. ഒള്ളി ഇല്ല, യു വിൽ എന്താ പറയാ, ഫെയിൽ ദ ടെസ്റ്റ് ഇഫ് യു സ്കോർ, അല്ലെ? വിൽ പാസിന് പകരം പാസ് വന്നില്ല, അതിന് പകരം ഞാനിവിടെ കൊടുത്താണ് യു വിൽ ഫെയിൽ ദ ടെസ്റ്റും. ഇവിടെ ഓൺലി എന്ന് പറഞ്ഞത് ഇല്ലെന്ന് വിചാരിക്കും, ഇതില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ യു വിൽ ഫെയിൽ ദ ടെസ്റ്റ് ഇഫ് യു സ്കോർ ഡാഷ് 40, അവിടെ ബിലോ വരും. അതെന്തുകൊണ്ടാ? കാര്യം നീ ഫെയിൽ ആകും എന്ന നെഗറ്റീവ് കൊണോട്ടേഷനാണ്. അപ്പൊ എന്തായാലും ബിലോ വരുത്തുള്ളൂ. എബോ ആണെങ്കിൽ ഈ പറഞ്ഞ ഓൺലി ഇഫ് യു സ്കോർ എബോ ആയാൽ മാത്രമേ നീ പാസ് ആവും എന്നാണ് പറയാം, അല്ലെ? അതുപോലെ ദോസ് ഹു ആർ ഡാഷ് ദ പോവർട്ടി ലൈൻ ആർ ഗ്രാൻഡഡ് ദ സബ്സിഡി. സബ്സിഡി ബിലോ പോവർട്ടി ലൈൻ ഉള്ളവർക്ക്, അല്ലെ? ബിലോ പോവർട്ടി ലൈൻ BPL നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. ബിലോ ദ പോവർട്ടി ലൈൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പോവർട്ടി ലൈൻ. ആ പോവർട്ടി ലൈനിന്റെ മുകളിലാണെങ്കിൽ യു ആർ അബോവ് പോവർട്ടി ലൈൻ, യു ആർ equipped with all the facilities. Those who are below the poverty line get C and get the സബ്സിഡിയോ അല്ലെങ്കിൽ എന്താ പറയാ കോമ്പൻസേഷനോ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഗതി. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചോദ്യം വന്നാൽ ലോജിക്കലി നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? ഓ സമയം ഇത്ര പോയി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ടൈം പൊക്കോണ്ടിരിക്കുവാണല്ലോ. ഐ എം സോ സോറി.